അള്ളാഹുവേതര ദൈവങ്ങളെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല, അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഖുർആൻ ഈ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു പലവും സെമിയൊഴിഞ്ഞ് കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല, കേൾക്കൂല, കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യാൻ കഴിയുകയുമില്ല. ഇനി നിങ്ങൾ നോക്ക് തഫ്സീർ മുഹററുൽ വജീസ് 13-ാം വാള്യം 163-ാമത്തെ പേജ്. അതിലും പറയുന്നത് എന്താ? ബയ്യന തആല, പടച്ച തമ്പുരാൻ ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത് അംറുൽ അസ്നാമി, ബിംബങ്ങൾ, മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ദൈവങ്ങളുണ്ടല്ലോ ബിംബങ്ങൾ, അവരുടെ കഥയാണ് ഈ പറയുന്നത്. എല്ലാ പണ്ഡിതന്മാരും സമയമില്ല, സമയം നീണ്ടുപോകുന്നത്. തഫ്സീർ റൂഹുൽ ബയാൻ 7-ാം വാള്യം 333-ാം പേജ്. തഫ്സീർ ത്വബരി ഞാൻ വായിച്ചു 1-ാം വാള്യം 10-ാം വാള്യം 404-ാം പേജ്. ഇനി നിങ്ങൾ നോക്കൂ തഫ്സീർ റാസി 62-ാം പേജ് 12-ാം വാള്യം. ഇനി നമുക്കറിയാം തഫ്സീർ അൽ ബഹറുൽ മുഹീത്ത് 7-ാം വാള്യം 305-ാം പേജ്. തഫ്സീർ ഫത്ഹുൽ ഖദീർ 4-ാം വാള്യം 425-ാം പേജ്. തഫ്സീറുൽ വജീസ് ബഹുമാനപ്പെട്ട അല്ലാമ വാഹിദി 2-ാം വാള്യം 224-ാമത്തെ പേജ്. ഇനി ഖുർത്തുബി 14-ാം വാള്യം 215-ാമത്തെ പേജ്. എല്ലായിലും കാണാം. എന്താ കാണുന്നത്? അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ചാൽ, ചില മുഫസ്സിറുകൾ എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്, ജീവൻ ഉള്ള ദൈവമാവട്ടെ ജീവൻ ഇല്ലാത്ത ദൈവമാവട്ടെ. ഉദാഹരണം പറഞ്ഞാൽ ഉസൈർ, അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവപുത്രനാണെന്ന വിശ്വാസത്തിൽ ചില ആളുകൾ ആരാധിക്കുന്നു, വിളിക്കുന്നുണ്ട്. ശരിയാണ്, വിളിക്കപ്പെടുന്നത് ഈസാ നബിയാണ്. പക്ഷെ അവർ വിളിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള വിശ്വാസം ഇത് അള്ളാന്റെ പ്രവാചകനാണെന്ന് കരുതിക്കൊണ്ടല്ല. ഖുർആൻ പഠിപ്പിച്ചതുപോലെ വഖാലത്തിൻ നസാറ ഉസൈർ ഇബ്നുല്ലാഹ്, വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ഈസാ നബി അല്ലാഹുവിന്റെ പുത്രനാണ്, മകനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. അപ്പൊ ചില അവിശ്വാസികൾ വിളിക്കുന്ന ദൈവങ്ങൾ ജീവൻ ഉള്ളതുണ്ട്, ജീവൻ ഇല്ലാത്തതുണ്ട്. അപ്പൊ ജീവൻ ഇല്ലാത്തത് മാത്രമേ പെടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ് സംശയമാക്കണ്ട. ജീവൻ ഉള്ളതോ ഇല്ലാത്തതോ ആയ എല്ലാവിധ ദൈവങ്ങളെ വിളിക്കുന്നവരാരുണ്ടോ, അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നവർ ആരുണ്ടോ, അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ആ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്ന ആളുകളെ കുറിച്ചല്ലാതെ ആ മഹാത്മാക്കൾ അള്ളാഹുവിന്റെ അടിമയാണെന്നോ ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ കരുതിക്കൊണ്ടല്ല, അടിമയാണെന്നോ അതുപോലെ തന്നെ വലിയാണെന്നോ നബിയാണെന്നോ വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്ന വിളിയെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ലോകത്തുള്ള സർവ്വ മുജാഹിദുകളെയും ഞങ്ങൾ ഒരുപാട് വേദികളിൽ ഇത് പറഞ്ഞത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരാം, നിങ്ങൾക്കും കൊണ്ടുവരാം. സ്വാഗതം. പച്ചയായി ഖുർആൻ വ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന നിലക്ക് വയഖൂലൂന ആഉലായി ശുഫാഉന ഇൻദല്ലാഹ്, അല്ലാഹുവിലേക്ക് ശുപാർശ ചെയ്യുവാൻ വേണ്ടിയാണ് അവർ. ആര്? മക്കാ മുശ്രിക്കുകൾ. അവർ ആരാണ്? മക്കാ മുശ്രിക്കുകൾ. ആരോടാണ്? ആ നിങ്ങൾ പറഞ്ഞ ബിംബങ്ങൾ ഉണ്ടല്ലോ, ലാത്ത ഉസ്സ മനാത്ത എന്ന് പറയുന്ന ഔലിയാക്കന്മാർ, അവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചത് എന്തിനാണ്? അള്ളാഹുവിനോട് അവർ ശുപാർശ പറയുമെന്ന നിലക്ക്. അവരും സുന്നികളുമായിട്ടുള്ള വ്യത്യാസം എന്താ? അവർ ശഹാത്ത് കലിമ ചൊല്ലിയിരുന്നില്ല. സുന്നികൾ ശഹാത്ത് കലിമ ചൊല്ലിയിട്ട് അങ്ങനെ ചെയ്യുന്നു. ഞങ്ങൾ ശഹാത്ത് കലിമ ചൊല്ലിയവരും അവരും സമമാണോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ചൊല്ലിയതിൽ എന്താ അർത്ഥമുണ്ട്? അവർ ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ മാ നഅ്ബുദുഹും, മക്കാ മുശ്രിക്കുകൾ വ്യക്തമായി പറഞ്ഞു, മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. ഇല്ല, എന്തിനല്ലാതെ? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടിയല്ലാതെ. നിങ്ങളും സുന്നികളും ഈ ഇരിക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും മക്കാ മുശ്രിക്കുകളും തമ്മിലുള്ള വ്യത്യാസം, അവർ ശഹാദത്ത് കലിമ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയാവുന്നത് കൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ചെല്ലുകയും ചെയ്തു. മക്കാ മുശ്രിക്കുകൾ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി ഒറ്റൊരു ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ അല്ല ചോദിക്കാം. നമ്മൾ വിശദമായിട്ട് ആരും നമുക്ക് ബേജാറില്ല. സാവകാശം ചോദിക്കുക, സംശയം തീർക്കുക, മറുപടി തീർക്കുക. ചോദ്യത്തിലുള്ള സംശയങ്ങൾ നമ്മൾ പറയും, മറുപടിയിലുള്ളത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. നമ്മൾ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ സൂക്തം അത് വിട്ടു. ഇപ്പൊ ഹാഉലായി ശുഫാഉമ്മക്ക് ചാടി.
ഹൗലായി ശുഫാഉനാ വയഖൂലൂന മാ നഅബുദുഹും ഇല്ലാ. ഇത് മൂന്നും മുജാഹിദിന്റെ മാസ്റ്റർ പീസാണ്. ഞങ്ങൾക്കറിയാം. അത് നമുക്ക് അതിലേക്ക് പിന്നെ കടന്നു വരാം. നമ്മൾ പോതിയരായത്തിന്റെ അതൊരു ഒപ്പം എത്തിയിട്ട് മതി രണ്ടാമത്തെ ആയത്തേക്ക് എത്തുക. എന്താണ് സഹോദരന്മാരെ? ഇന്തദുഉഹും ലാ യസ്മഉ ദുആഅക്കും. മുജാഹിദുകളെ സ്റ്റേജിൽ നിന്ന് എപ്പോഴും കേൾക്കുന്നതാ. മഞ്ചേശ്വരം സംവാദത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒക്കെ മൂപ്പര് പറയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ എന്ന് കേൾത്തുക. എന്ത് ചോദിച്ചാലും അതന്നെ. ഇന്തദുഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും. എന്ത് മുശ്രിക്കുകളാണ് സുന്നികൾ നിങ്ങൾ പറയുന്നു. അവരുടെ സ്വത്ത് നിങ്ങൾക്ക് എങ്ങനെ ഹലാലാകും തെളിവുണ്ടോ? ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ. സുന്നികൾ മുശ്രിക്കുകളാണ് നിങ്ങൾ പറയുന്നു. അവരുടെ മയ്യത്ത് കേൾക്കാൻ പറ്റുന്നില്ല. ആയത്തെന്താ? തെളിവെന്താ? അപ്പൊ പറയും മാ നഅബുദുഹും ഇല്ലാ. അതവിടെ നിൽക്കട്ടെ. ആ പേര് ഇപ്പൊ ഇവിടെ പോകില്ല. അത് നമ്മൾ നേർക്ക് നേരം ഇങ്ങനെ ഇരുന്ന് ഉള്ള ചർച്ചയാണ്. അപ്പൊ ഇന്തദുഉഹും എന്നൊരായത്ത് നിങ്ങൾ ഓതിയിരുന്നു. അതിന് നിങ്ങൾ പറഞ്ഞിരുന്നു മുഹയ്യദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് പറയുന്നത് ഈ ആയത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ തുടങ്ങിയെടുത്ത് മറന്നോന്ന് എനിക്കറിയില്ല. ഓർമ്മ പക്ഷേ കൂടിയത് കൊണ്ടോ അതല്ല ബോധപൂർവം മാറ്റിയത് കൊണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടുന്ന് നമ്മൾ തുടങ്ങിയത്. ഇന്തദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്നൊരായത്ത് പറഞ്ഞിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ മക്ക എന്നുള്ളത് കൈതൊന്നുമല്ല, മുശ്രിക്കുകൾ അവർ ചെയ്തിരുന്ന പരിപാടിയാണത്. ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ ദൈവങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ചാണ് ആ ആയത്തിൽ പറയുന്നത് എന്ന് ഞാൻ തഫ്സീറുകളായ മുഴുവൻ തഫ്സീറും ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിനീതമായി പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗത്തിൽ, നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞത് മുഹയ്യദ്ദീൻ ശൈഖയെ കാക്കണേ എന്നത് ഖുർആന് വിരുദ്ധാണ്, തൗഹീദിന് വിരുദ്ധാണ്. എന്താ തെളിവ്? ഈ ആയത്താണ് തെളിവ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ ആയത്തിൽ എവിടെയാണ് മുഹയ്യദ്ദീൻ ശൈഖിനോട് അള്ളാഹുവിന്റെ അടിമയാണെന്നും ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ കരുതിക്കൊണ്ടല്ല, പിന്നെയോ അള്ളാഹുവിന്റെ അടിമയാണ്, വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹയ്യദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കുന്നതിന് ഈ ആയത്ത് എതിരാണെന്ന് ഏത് ഖുർആൻ വ്യാഖ്യാതാവ് ലോകത്ത് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് കൊണ്ടുവരാം എന്ന് ഞാൻ പറഞ്ഞു. അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാല്ല. നിങ്ങൾ പറഞ്ഞത് എന്താ? ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ. തങ്ങൾ പറഞ്ഞു. അത് വേറെ രണ്ടായത്താണ്. അത് നമുക്ക് പറയാം. അതൊക്കെ ഞാൻ പറയാൻ തന്നെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒക്കെ ഞാൻ പറയും. നിങ്ങൾ ഏത് ആയത്ത് ഓതിയാലും അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പറയും. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പറയും. അതിലൊന്നും നിങ്ങൾ ആരും ബേജാറാണ്. ഓതി ആയത്തൊരു വെപ്പം എത്തുക. അല്ലെങ്കിൽ എന്തിന്റെ നിങ്ങൾ മടക്കനമ ചവിട്ടിയ മതിരിക്കാറ്. മടക്കനാണ് അതിന്റെ ഈ ഇതുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം. ഉണങ്ങിയ സാധനം. അതിങ്ങനെ ഉണങ്ങി കഴിഞ്ഞാകുമ്പോൾ ഇവിടെ ചവിട്ടി അവിടെ പൊന്തു, അവിടെ ചവിട്ടിയ ഇവിടെ പൊന്തു. അതൊരു തീരുമാനമാവില്ല. അപ്പൊ നമ്മൾ ഒന്നാണ് തീരുമാനിച്ചിട്ട് രണ്ടാമത്തേക്ക് ചാടാ. അപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ സൂക്തത്തെ കുറിച്ചാണ് ചർച്ച. അതിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് നമ്മുടെ പ്രശ്നം. അതിലെവിടെയാണ് ഈ മഹാത്മാക്കളായ മുഹയ്യദ്ദീൻ ശൈഖ് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നതിന് ഈ ആയത്ത് എതിരാണെന്ന് എവിടെ പറഞ്ഞു? അതൊന്നും പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ പറയും ഒരു ശഫാഅത്ത് ചോദിച്ചിരുന്നു. ശഫാഅത്തിന് എന്തേ പറഞ്ഞിരുന്നത്? ആരാ പറഞ്ഞ കൂട്ടര്? എന്ത് ശഫാഅത്ത്? അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നമ്മൾ ചാടണ്ട. ഒന്നും ഒന്ന് തീരുമാനമാകട്ടെ. ആ മൈക്കാട് കൊടുക്കുക, ആൾക്ക് കൊടുക്കുക, ആൾ പറയട്ടെ. ആയത്തിനൊന്ന് പറ്റി ഞാൻ ഈ പറഞ്ഞ വിശദീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്നതാണ് അറിയേണ്ടത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അന്ന് വില്യാപ്പള്ളി എന്നോട് ചോദിച്ചു, നീ ആരെയാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന മുഴുവൻ മനുഷ്യരും എന്ന് ഞാൻ അന്ന് പറഞ്ഞു. വില്യാപ്പള്ളി പറഞ്ഞ് ഞാൻ അവിടെ ആവർത്തിക്കുന്നു. ഒരു മൊയ്തീശങ്ങൾ മാത്രമല്ല, ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ അള്ളാഹു അല്ലാത്ത ആരെ വിളിക്കുന്നോ അവരുടെ മുഴുവൻ, അത് മൊയ്തീശങ്ങൾ എന്ന് പേര് വേണ്ടല്ലോ, ഡിഫൈ ചെയ്യുന്ന വേണ്ട, ബദരിങ്ങൾ എന്ന് വേണ്ട, ആരെയൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നോ അത് ഞാൻ പറഞ്ഞപ്പം ഒരുപാട് തഫ്സീർ എടുത്ത് ഓതിയിട്ട് ഉസ്താദ് എത്തിച്ചത് ഔലായി സുഫാവുന. അവിടെ അത് ഖുർആനിൽ തന്നെ ഞാൻ എടുത്ത് ഓതിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അവിടെ തന്നെയാണ്. ഇൻ തദ്ഹൂഹും, നിങ്ങൾ അവരോട് വിളിച്ച് പ്രായില്ലേ, ഇൻ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കില്ല. മൊയ്തീശങ്ങൾ അറിയണ്ടേ, എങ്കിലല്ല സഹായിക്കല്. മൊയ്തീശങ്ങൾ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞത് നേരത്തെ പറയാം. എന്റെ ചോദ്യം അതല്ല. ഈ ആയത്തിൽ മുഹയ്യദ്ദീൻ ശൈഖ് അല്ലെങ്കിൽ റസൂലുള്ളാഹി പോലോത്ത മുസ്ലിമീങ്ങൾ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ അള്ളാഹുവിന്റെ അടിമയാണ്, വലിയാണ്, റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം ചോദിക്കുമ്പോ ആ ചോദ്യം ആ മുഹയ്യദ്ദീൻ ശൈഖ് ആ റസൂലുള്ള ഈ ആയത്തിൽ പെടുന്നു നിങ്ങളല്ലാതെ, നിങ്ങളെ വാക്കി എനിക്ക് സ്വീകരിക്കണം.
വിശദീകരിക്കണ്ട, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ഖുർആനിൽ അള്ളാഹു ഏതായാലും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറയാനാ ഞാൻ പറഞ്ഞത്. നിങ്ങളിത് എല്ലാവർക്കും തിരിയില്ലേ, നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ മറുപടി പറയുന്നു. ലോകത്താരെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് ഇങ്ങനെ സഹായം ചോദിക്കാൻ ഒരു തെളിവ് ഉസ്താദ് ഉദ്ധരിക്കട്ടെ. ഒന്നല്ല, 100 ഞാൻ തെളിയിക്കും. 100 നിന്നടുത്ത് ഞാൻ തെളിയിക്കും. 100. പക്ഷെ അതുകൊണ്ട് നമ്മളെ വിഷയത്തിൽ നിന്ന് പോകണില്ല. അതുകൊണ്ട് ഹിന്ദുഹും എന്നതിന്റെ അർത്ഥം ഇങ്ങനെയല്ലാന്ന് എവിടുന്ന് കിട്ടി അത് പോരട്ടെ, അത് നമുക്ക് തീരുമാനമായിട്ട് മതി. പറ്റേ ഞാൻ ഇവിടെ നിന്നോട് എന്റെ കയ്യിൽ കിതാബുകൾ യഥേഷ്ടമുണ്ട്, ഞാൻ ഉദ്ധരിക്കാൻ പോവാണ്. ഒക്കെ ഞാൻ ഉദ്ധരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ഉദ്ധരിക്കാതിന്റെ റൂഹ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകില്ല. നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്? ഈ കാണുന്ന ആളുകളെ സാക്ഷി നിർത്തിയിട്ടല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ഉദ്ധരിക്കാം. പക്ഷെ അതുകൊണ്ട് ഹിന്ദുഹും എന്ന് പറഞ്ഞ ആയത്ത് അത് മുഹ്യിദ്ദീൻ ഷേഖിനെയും റസൂലുള്ളാഹിനെയും വിളിക്കുന്നതിന് എതിരാണ് എന്നാ നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളെ സ്വന്തം വക എന്നാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ വല്ലാഹി അടക്കട്ടെ, നിങ്ങളെ വല്ലാഹി ഞാൻ വില്യാപ്പള്ളിന്ന് കണ്ടോ, അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ്, ഒരു മുഫസ്സിർ, ഇങ്ങളെ വ്യാഖ്യാനം നമുക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചല്ലോ, ആധികാരിക ലോകത്തെ ഏറ്റവും കൂടുതൽ ആദ്യം വിരചിതമായ ഗ്രന്ഥമാണ് തഫ്സീറു ത്വബരി, ജാമിഉൽ ബയാൻ. അതിനാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് അറബി തിരിയെങ്കിൽ വായിച്ചു നോക്കാം. എന്റെ വക ഒന്നും കൂട്ടിയിട്ടില്ല. എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത് അതാണ്. എന്ത്? അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ് ആയത്തിൽ പറയുന്നത് എന്ന് എല്ലാ മുഫസ്സിറും പറയുന്നു. അതിനെതിരിൽ ലോകത്ത് ഒരാളെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കണം. അല്ലാതെ നിങ്ങളത് വായിക്കുക, എന്നിട്ട് നിങ്ങളെ മൗലവിമാർ എഴുതി വെച്ച് വ്യാഖ്യാനങ്ങൾ അത് ഞങ്ങളുടെ ഇടയിൽ വേണ്ട. അതിവിടെ അസ്വീകാര്യമാണ്, യാതൊരു സംശയമില്ല. ഈ പറയുന്ന വ്യാഖ്യാനമുണ്ടോ? ഒരായത്തോത് അള്ളാഹു അല്ലാത്തവരെ സഹായം ഒരുപാട് തെളിവുകൾ ഞാൻ പറയും. ഒന്നല്ല, 100 പറയും. പക്ഷെ അതുകൊണ്ട് ഇന്ദതുഴുവും എന്ന ആയത്തിന്റെ അർത്ഥം എങ്ങനെ? ഞാൻ പറയലും പറയാതിരിക്കലും അല്ലല്ലോ. ഇന്ദതുഴുവും എന്ന ആയത്തിന്റെ അർത്ഥം എങ്ങനെ ആവലും ആവാതിരിക്കലും അതാ നമ്മളെ തീരുമാനം. അവരെ വിളിച്ചാൽ അള്ളാഹു അല്ലാത്തവരാ. അപ്പൊ നിങ്ങളെ വിളിച്ചാലോ? ഞാൻ നിങ്ങളെ വിളിക്കുക മൗലവിയിൽ, എന്നാ അതും അതിൽ പെടുവോ? എന്റെ വീട് കല്ലേരിയാണ്. മൗലവി തോടന്നൂര് വെച്ചിട്ട് ഞാൻ കല്ലേരിയുള്ള എന്നെ വിളിച്ചാൽ ഞാൻ കേൾക്കില്ല. തോടന്നൂരിലെ അവരെ വിളിച്ചാൽ പറയുമ്പോ മുമ്പിൽ കുറച്ച് അപ്പുറത്ത് നിന്ന് ഏതിലർത്ഥം ഇന്ദുഴുഹും അത് പറയും. ഇന്ദുഴുഹും എന്ന ഖുർആനിന്റെ അർത്ഥത്തിൽ പദത്തിൽ മുമ്പിൽ കുറച്ച് അവിടെ ഏതിന്റെ അർത്ഥം? ഉസ്താദിന് മനസ്സിലാണ്ടിട്ടാണ് താങ്കളുടെ അടുക്കൽ വന്നാൽ വീട്ടിലായാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്തുനിന്ന് കേൾക്കില്ല. അതൊക്കെ ഞാൻ മറുപടി പറയാം. മൗലവി സാഹിബേ, അത് വേറെ ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ചോളി, ഞാൻ മറുപടി ഇങ്ങനെ പറയും. ഇഷ്ടംപോലെ മറുപടി ഇങ്ങനെ നീണ്ട മറുപടിയുടെ ഉത്തരത്തിന്റെ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ പോവാണ് ഇവിടെ ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് രണ്ടാമതാണ്. നമ്മളെ ഒന്നാമത് ചർച്ച ഉണ്ട്. എന്താണെന്നറിയുമ്പോൾ മുഹ്യിദ്ദീൻ ഷേഖയെ കാക്കണേ, റസൂലുള്ളാഹി തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാല് അതിപ്പോ ഇന്ദതുഴുഹും എന്ന ആയത്തിന്റെ പരിധിയിൽ പെട്ടതാണ് എന്നപ്പൊ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പഠിപ്പിച്ച സർവ്വ മൗലവിമാരും പറഞ്ഞത് അങ്ങനെ. എല്ലാരോടും ഞങ്ങൾ ചോദിക്കുകയാണ്, അല്ല അങ്ങനെ ആരാ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് സ്വീകരിയല്ലോ. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ പറ്റി മാത്രമല്ല, മുജാഹിദുകൾ പറഞ്ഞാൽ അവരുടെ അനുയായികൾക്കും അവരുടെ ഭാര്യമാർക്കും ഒക്കെ സ്വീകാര്യമാണ്. ഞങ്ങൾ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അത് ഉറപ്പല്ല, നമ്മളൊരു വ്യക്തി പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന ആശയം മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റുമെന്നതിന് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയുന്നില്ല. കിതാബുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തെളിയിക്കും. അതിപ്പോ ഞാൻ തെളിയിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഞാൻ പറയാം. തെളിയിച്ചിട്ടില്ല, അത് രണ്ടാം ചോദ്യമാണ്. ഞാൻ തെളിയിക്കും, തെളിയിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ പ്രശ്നം അതല്ല. മുഹ്യിദ്ദീൻ ഷേഖയെ കാക്കണേ എന്ന് പറഞ്ഞത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങിയത്. അതിന് തെളിവായിട്ട് ഞങ്ങൾ ഓതിയത് ഇന്ദുഴുഹും. അപ്പൊ ആ ആയത്തിന്റെ വിശദീകരണം ഞാൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഡസൻ കണക്കിന് വ്യാഖ്യാനം പറഞ്ഞു. ആ ആയത്തിൽ പറയുന്നത് അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിക്കുന്നതിനെ കുറിച്ച്, ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനമാണ്. അതല്ലാതെ മുഹ്യിദ്ദീൻ ഷെയ്ഖോ റസൂലോ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചു കൊണ്ടല്ലാതെ മുഹ്യിദ്ദീൻ ഷെയ്ഖ്
ഷെയ്ഖും റസൂലും ഒക്കെ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹുവിന്റെ നബിയാണ്, അവർക്ക് മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാകും എന്ന് വിശ്വസിച്ചു കൊണ്ട് വിളിച്ചാൽ ആ വിളി ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്നും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും ഈ ആയത്തിന്റെ വ്യാഖ്യാതാക്കൾ ആയത്തിലേതായാലും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ ഈ ആയത്തിന്റെ ഏതെങ്കിലും ഒരു മുഫസ്സിർ പ്രാമാണികരാവണം, മുജാഹിദ് മൗലവി ആയാൽ പറ്റൂല, ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും കഴിയില്ല, ഒരു മുജാഹിദിനും ഇതുവരെ പറയാൻ കഴിയാത്ത മറുപടിയാണത്. അതുകൊണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞെന്താ, അല്ല എന്നാ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ച തെളിവ് ഇങ്ങോട്ട് പറയും. അത് ഞാൻ പറഞ്ഞുതരാം, അത് രണ്ടാം ചോദ്യമാണ്. നമ്മളിപ്പോ ചോദിച്ച ചോദ്യം ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് രണ്ടാമത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്ക് എളുപ്പമുള്ള ഒന്നല്ല 100 പറയും. പിന്നെന്താ 100 പടം നിന്നോർത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് 100 ഞാൻ ഒരേ രൂപത്തിൽ പറഞ്ഞുതരാം. അതല്ല നമ്മളെ വിഷയം. ഇൻതദുഊഹും എന്ന ആയത്തിൽ മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളിപ്പോ പറഞ്ഞു. എല്ലാ മുജാഹിദ് മൗലവിമാരും പറയാറുമുണ്ട്. അത് ഏത് ഖുർആനിലാണുള്ളത്, ഏത് മുഫസ്സിറാണ് പറഞ്ഞിട്ടുള്ളത്? മൈക്ക കൊടുക്കുക, അതിന് പറയും. ബാക്കി ഔലായി ശുഫാനൊക്കെ നമുക്ക് പിന്നീട് പറയാം. തഫ്സീർ തൊബരി എന്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചതിന് വീണ്ടും അതിന്റെ ചുവടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ കിതാബ് വാങ്ങി ചെയ്യേണ്ടത്. മൊയ്തീശങ്ങളെ വിളിക്കാവോ മുനമ്പത്ത് ഹബീബിനെ വിളിക്കാൻ തെളിവിടെ എന്നല്ല, അവരെ വിളിക്കാൻ തെളിവ് എവിടെയെന്ന് കാണിച്ചു തരണം. അല്ല, ഉസ്താദ് പറയേണ്ടത് മുനമ്പത്ത് ഹബീബിയെ വിളിക്കാൻ തെളിവ് പാടില്ല എന്ന് എവിടെ എന്ന് ചോദിക്കരുത് ഉസ്താദ്. ദേവീത് ജനങ്ങളെ മുമ്പിൽ ചോദിക്കരുത്, കാരണം അതൊരു ഇസ്ലാമിയ ചോദ്യമല്ല, ഉത്തരമില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിയ ചോദ്യം എന്താണ്? മൊയ്തീശങ്ങളെ വിളിക്കാൻ, മുനമ്പത്ത് ഹബീബിയെ വിളിക്കാൻ തെളിവ് എവിടെ? അവർ കേൾക്കും. അവരോട് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചോദിച്ചോളിയും എന്ന് പറയുന്ന ഒരായത്ത് ഉസ്താദ് ഓതിയാൽ പിന്നെ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കൂല. അത് നമുക്ക് അതവിടെ നിൽക്കട്ടെ. നമ്മൾ അവിടെ ഞാൻ പറയാം എന്താന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ, അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. എങ്ങനെ ചോദിക്കരുത്? മുജാഹിദുകൾ സാധാരണഗതിയിൽ സ്റ്റേജുകളിലും പേജുകളിലും സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, ഖുർആന് വിരുദ്ധാണ്. ഇങ്ങനെ ഓല് പറഞ്ഞാൽ അതിന് തെളിവെന്താന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. എന്താ മൂപ്പര് പറഞ്ഞത്? അപ്പൊ പിന്നെ എന്ത് കേട്ടാ പിന്നെ നിങ്ങൾ ആദ്യം ഒന്ന് ഓതിയത്? അല്ല, അങ്ങനെ പെടുന്നു ഞാൻ കരുതിയിട്ടില്ലാന്നോ? അതോണം അതിന്റെ അർത്ഥം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകട്ടെ, ഈ ജനങ്ങളൊക്കെ തിരിയട്ടെ. മുജാഹിദ് സ്റ്റേജ് കെട്ടിയ അപ്പൊ തുടങ്ങും എന്താ പറയാ, മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, റസൂലിനെ വിളിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, ശിർക്കാണ്, കുഫറാണ് എന്ന് പറയും. അങ്ങനെ ഓലങ്ങനെ പറയുമ്പോ അതിനെന്താ തെളിവ് എന്ന് ഞമ്മക്ക് ചോദിക്കാൻ പാടില്ല എന്നല്ലേ വയസ്സുകാലത്ത് ഇപ്പൊ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്, എന്താണ് ഇപ്പൊ ഇതിന്റെ അബദ്ധം? അങ്ങനെ ഉസ്താദ് ചോദിക്കരുത്, അതൊരു സാമാന്യ ചോദ്യമല്ല എന്ന് പറഞ്ഞാൽ അത് ചോദ്യാണ്. ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോകും അത് ചോദ്യമല്ല. അതിന് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ മുജാഹിദുകൾക്കുള്ള കുഴപ്പമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുഹയ്യദ്ദീൻ ശൈഖിനെയോ റസൂലുള്ളാഹിയെയോ ദൈവമാണെന്നോ, മറക്കണ്ടങ്ങളാരും ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ, മറിച്ച് അള്ളാഹു അവർക്ക് നൽകുന്ന കഴിവ് കൊണ്ട്, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മഹാത്മാക്കൾ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ എവിടെ തെളിവ്? അല്ലെങ്കിൽ വേറെ ഏതായത്തിലാ തെളിവുള്ളത്? തെളിവ് നിരത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ചെല്ലുമ്പോ മൗലവി പറഞ്ഞത് അത് നിങ്ങൾ ചോദിക്കരുത്, അത് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അത് ചോദിക്കരുത്, ജനങ്ങളൊന്നും തിരിയട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്തുകൊണ്ട് അത് ചോദിക്കരുത് എന്ന് പറയുന്നു. അതിന് മറുപടിയില്ല. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് തെളിയിക്കാൻ കഴിയോ? കഴിയില്ല. കഴിയെങ്കിൽ എത്ര കാലായി ഞങ്ങൾ ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട്? മുഖാമുഖം തന്നെ നേരത്തെ പറഞ്ഞില്ല, 300ഓളം മുഖാമുഖമായി, ചെറുതും വലുതുമായിട്ട്, കേരളത്തിലും പുറത്തുമായിട്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ നടത്തുന്നു, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ ഒക്കെ ഞങ്ങൾ ഇത് ചോദിക്കുക. അപ്പൊ കാണാം എന്നിരുന്നാലും തന്നെയും അല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ അതല്ല മറ്റേ അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞ അത് ഇത് എന്താ? അത് ഖുർആനിൽ എവിടെ ആയത്ത്? എവിടെ ഖുർആനിൽ എവിടെ ആയത്ത്? ഏതെങ്കിലും ഒരു മുഫസ്സിർ അത് പറഞ്ഞിട്ടുണ്ടോ?
ഞങ്ങൾ ഇത്ര ഊക്കിൽ നടക്കുന്നത് അതല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. എന്താ ഇപ്പൊ ഞങ്ങള് എത്ര മുജാഹിദുകൾ വലിയ ആവേശത്തോടല്ലേ വരുന്നത്? എന്നിട്ടും ഞങ്ങള് വലിയ ഉസ്താദന്മാർ ആരും നേരത്തെ ഉസ്താദന്മാർ ആരും ഉള്ളവരെന്നെ പിന്നെ പോയിരിക്കുക. നോക്കിങ്ങള് ഞങ്ങൾ ഈ കുട്ടികൾ ഇത് ഇത്ര ധൈര്യത്തിൽ വരുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾക്കറിയാം മുജാഹിദുകൾക്ക് ഇതിൽ തെളിവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വരികയാണ്. അല്ലേ ഇപ്പൊ ഞങ്ങൾ ഈ ധൈര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഇവിടെ ലോകത്ത് എത്ര വലിയ കൊമ്പ മുജാഹിദുകളെ ഞങ്ങളുടെ മുഖാമുഖത്തിൽ വന്നില്ലേ? എന്നിട്ട് അവർ ചോദിച്ചില്ലേ, വന്ന പോകട്ടില് മയ്യത്തിന്റെ പേര് തലന്ന് പേനറങ്ങി പോണ മാതിരിയല്ലേ പിന്നെ പോലെ ഓരോരുത്തരും നമുക്കറിയില്ലേ? എന്താ കാരണം? തെളിവില്ല. മുജാഹിദിന് തെളിയിക്കാൻ കഴിയില്ല. അതൊരു വസ്തു പച്ച കളവും ദുർവ്യാഖ്യാനവും ഇങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെ എങ്ങനെയെന്നറിയാം. അത് ഓരോ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. കാരണം മുജാഹിദ് സംസ്ഥാന നേതാക്കൾ പോലെ പറ്റിച്ചതാണ്, മൗലവിമാര് പറ്റിച്ചതാണ്. ഞാൻ ഇവരെ മൗലവിമാരല്ലാത്ത ഈ സാധാരണ മുജാഹിദുകളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തൂല. ഇപ്പൊ ഇന്ന് മുജാഹിദ് സംഘടനകളിലുള്ള ജിന്നും പിശാചും തൗഹീദും നമുക്ക് അറിഞ്ഞൂടെ? ഇത് മൗലവിമാര് വലിയ മൗലവിമാര് സാധാരണക്കാരെ പറ്റിക്കാണെന്ന്. സാധാരണക്കാരായ മൗലവിമാർക്ക് വരെ തിരിഞ്ഞിട്ട് എത്രയോ സാധാരണക്കാർ ഇപ്പോ മുജാഹിദിന് മാറിയില്ലേ? അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വിഷയത്തിൽ ഞാൻ എപ്പോഴും പോയിട്ടില്ല. എന്തും ഈ ആയത്താ നമ്മളെ വിഷയം. ഈ ആയത്ത് മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നത് ഏതെങ്കിലും ഒരു മുഫസ്സിർ, നിങ്ങൾ പറയുന്നത് എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങളും കൂട്ടണ്ട. ഞാൻ കിതാബ് എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും ഒരു കിതാബ് പറയാൻ കഴിയോ? ഏതെങ്കിലും ഒരു കിതാബിലുണ്ട് ഇത് പറയാൻ കഴിയോ? എന്തെങ്കിലും പറയാം. വെറുതെ നമ്മൾ നേരം കളഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടെങ്കിൽ ആയത്തുണ്ടെങ്കിൽ പറയാ, ഹദീസ് ഉണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാ. അതില്ലാതെ നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്ധരിക്കാനേ മതി. എന്നാ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി അറിയും. ഏത് മഹാത്മാക്കളെ വിളിക്കാൻ പറ്റും എന്നതിന് നിങ്ങൾ രേഖ കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ. ഞാൻ തെളിവ് ഉദ്ധരിക്കും. ഇവിടെ എന്റെ കയ്യിലുണ്ട്. ഇതാ പറയാൻ കാത്തുകയാണ്. പക്ഷെ അതിനാദ്യം നമ്മൾ ചോദിച്ചു വെച്ചൊന്നാണ് തീരുമാനമായാലേ അത് നല്ല ഉഷാറാവും. എല്ലാവർക്കും കാര്യം പറയും. വേറെ ചോദിക്കാൻ മൂപ്പരാവും തീരുമാനമായിക്കോട്ടെ. മൂപ്പര് കുഴങ്ങാണെങ്കിൽ മറ്റേ കൊടുത്താൽ മതി. നേരം വെളുക്കുന്നവരെ ചോദിച്ചാലും കുഴയില്ല. അൽഹംദുലില്ലാ. നേരം വെളുക്കുന്നവരെ മറുപടി പറഞ്ഞാലും യാതൊരു ക്ഷീണവും ഇവിടെ ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ പ്ലീസ് ദയവീതിട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് എന്താണ്? മൗലിദ് കഴിക്കാൻ പാടില്ല എന്നതിന് തെളിവ് ആരും ചോദിക്കില്ല. മറിച്ച് പറയുക എങ്ങനെയാണ്? മൗലിദ് കഴിക്കാൻ തെളിവ് എവിടെ എന്നാണ് പറയേണ്ടത്. ഞാനതാ പറഞ്ഞത്. മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന തെളിവ് ആരും ചോദിക്കില്ല. പാടുണ്ട് എന്നതിനാ തെളിവ് ഇസ്ലാമിൽ ചോദിക്കും. ഉസ്താദിനെ അറിയാത്തത് കൊണ്ട് ഞാനത് അറിയാത്ത പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം ഞാൻ ഉസ്താദോട് പറഞ്ഞു. അല്ല നിങ്ങൾക്ക് അതല്ല, ഞാൻ അതൊന്ന് തീർക്കാം. നമുക്ക് ഇതിന്റെ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾക്ക് അത് ധാരണ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ധാരണ പിശക് പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ചാല് മരിച്ച മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നാ നിങ്ങൾ പറഞ്ഞത്. അതിന് തെളിവ് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ചോദിക്കാൻ പറ്റൂല എന്നുള്ളതിന് മൂപ്പരിപ്പോ ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ? മൗലിദ് കഴിക്കാൻ പാടില്ല എന്നുള്ളതിനല്ല തെളിവ്, പാടുണ്ട് എന്നുള്ളതിനാണ്, നടത്തണം എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. നിങ്ങൾ അവിടെയും പഴിച്ചു. നിങ്ങൾക്ക് മൗലിദ് കഴിക്കാൻ പാടില്ല, അത് നരകത്തിലേക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരണം. അല്ലാതെ അവിടെ അത് തെളിവില്ലാത്ത കാര്യമാണ്, തെളിവ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല. അവിടെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. അത് ഉസൂല് എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്, ജമ്മുൽ ജവാമി, മുസ്തസ്ഫ പോലത്തെ കിതാബുകൾ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അത് ഓതാത്തൊരു കുഴപ്പമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നൊന്നും പഴി ചാടരുത്. അതിന്റെ കുഴപ്പമാണ്, നിങ്ങളുടെ വാദമാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? ഈ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചാൽ അവൻ മുശ്രിക്കാണ്, ശിർക്കാണ്. ഇത് നിങ്ങളെ വാദത്തിന് തെളിവ് കൊണ്ടുവരണം. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹദീസ് നിങ്ങൾക്കറിയില്ലേ? സുന്നത്തും ഖുർആനും സുന്നത്തി ആളാന്ന് പറഞ്ഞ മുറുകെ പിടിച്ചാൽ പോലെ അത് മറിച്ചു നോക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിൽ കാണാം അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ. ഒരു വാദം ഉന്നയിക്കുന്നവന്റെ പേരിലാണ് തെളിവ് വേണ്ടത്. വാദം, നിങ്ങളെ വാദം എന്താ? മഹാത്മാക്കളെ വിളിച്ചാൽ സഹായം ചോദിച്ചാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ് എന്നാ റസൂൽ പറയുന്നു. അങ്ങനെ പറഞ്ഞാല് നിങ്ങൾ വാദം തെളിവ് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ തെളിവ് വേണം. തെളിവ് കൊണ്ടുവരാതെ നിങ്ങളെ പ്രസ്താവിച്ച് പോയാല് നിങ്ങളെ പ്രസ്താവന വിഴുങ്ങാൻ മാത്രം അന്തംഗംബികളായിട്ടുള്ളവർ ഇവിടെ ആരുമില്ല. മുജാഹിദ് നേതാക്കളോ മുജാഹിദുകളോ അവരുണ്ടാവും. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല, അവർക്ക് അത്രയല്ലേ വിവരമുള്ളൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. ഖുർആനും സുന്നത്തും പഠിച്ചവർക്ക് അതിന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഖുർആനുണ്ടോ നിങ്ങൾ പറഞ്ഞോളി, ഹദീസ് ഉണ്ടോ പറഞ്ഞോളി. ഇല്ലേ? ഖുർആനിന്റെ മുഫസ്സിറുകൾ, വ്യാഖ്യാതാക്കൾ ഉണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോളൂ. ഇതല്ലാതെ നിങ്ങൾ ഇങ്ങനെ പറയാ, എന്നിട്ട് പറയാ ഇത് മുഹയ്യദ്ദീൻ ശൈഖിനെ ആ ചുരത്തും വന്ന് വിളിച്ചതിനെ പറ്റി തന്നെയാണ്, കൊടുങ്കാറ്റ് വരുമ്പോ വിളിക്കുന്ന പറ്റി തന്നെയാണ്, ഇത് സുനാമി ഉണ്ടാകുമ്പോ തന്നെയാണ്, കപ്പൽ അത് നിങ്ങൾ പോക്കറ്റിൽ എടുത്തതാണ്, അവിടെ തന്നെ വെക്കുക എന്നല്ലാതെ ബിസ്മിൻ ചൊല്ലി അവിടെ തന്നെ വെക്കുക, അവിടുന്ന് എടുക്കുക അവിടെ തന്നെ വെക്കുക. ഇത് നമ്മളെ വിവരമുള്ളവരെ മുമ്പിൽ അത് നടക്കൂല. മൈക്ക കൊടുക്കുക മുമ്പർക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ?
മൗലൂദിൻ്റെത് പറയണ്ട, കാരണം ബഹുമാനപ്പെട്ട കുറ്റ്യാടി സഖാവി ഇവിടെ ഉണ്ട്, അയാൾ ഒരിക്കൽ പെട്ടതാ. പോട്ടെ, ഞാൻ പറഞ്ഞത് ഞാൻ രാജിവെക്കാന്ന് പറഞ്ഞു. അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയാൽ ഈ പ്രസ്ഥാനം വിട്ടുപോരാന്ന് ഞാൻ പറഞ്ഞപ്പോ അത് നിങ്ങൾ ഉസ്താദ് കണക്കിലെടുക്കണം. ഖുർആനിൽ ഒരു ആയത്ത് എന്റെ ചോദ്യം ഖുർആനാണ്. എന്റെ ചോദ്യം ഖുർആനിൽ ഒരു ആയത്ത് ഓതണം. നേരത്തെ പറഞ്ഞ അങ്ങനല്ല, ഞാൻ എന്റെ പ്രസ്ഥാനം വിടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ നേരത്തെ പ്രമാണം ഉണ്ടോന്നാണ്. നൂറുകണക്കിന് തെളിവ് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ചോദിച്ചത് ഏതാ? അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഞങ്ങൾക്കത് ബോധപൂർവമാണ് ഇതൊക്കെ കേൾക്കുന്നത്, ഉത്തരം പറയണത്. നിങ്ങൾ ബോധപൂർവ്വം പറയുന്നത് ആവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ അതിന് തെളിവുണ്ടോന്ന്, അതിന് ഞാൻ തെളിവ് പറയാം. നമ്മളെ വിഷയം അതല്ല. ഈ ഇന്ദതൊഴുഹും എന്ന ആയത്ത് നിങ്ങളത് മുശ്രിക്കാണ്, ഇങ്ങനെ ചെയ്യുന്നവൻ കാഫിറാണ്, തൗഹീദിന് വിരുദ്ധരാണ് എന്ന് പറഞ്ഞല്ലോ. അത് തെളിയിക്കുന്ന ആയത്താണ് ഇപ്പൊ നിങ്ങൾ ഇന്ദതൊഴുഹും ഓതിയത്. ഈ ആയത്തിൽ ഇത് ഉണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞത്, ഇല്ലാതാ നിങ്ങൾ പറഞ്ഞത്? അത് നിങ്ങളൊന്ന് തീരുമാനിക്കണം. അത് ഉണ്ട് അതൊന്ന് സ്ഥാപിച്ചട്ടി, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ തെളിവ് പറയും. മറ്റത് കുറെ നിങ്ങൾ പറയാം. ഈ ആൾക്കാർ കുറെ മൂല്യം രണ്ടിട്ടാ പോലെ ഉണ്ടാവും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എന്നിട്ട് പിന്നെ കുറെ ചോദ്യം ചോദിച്ചു പോയി എന്നല്ലാതെ തീരുമാനമായില്ല എന്ന് പറയും. അപ്പൊ അതൊരു തീരുമാനം ആവണമെങ്കിൽ എല്ലാവർക്കും റെഡിയാണ്. അതൊന്നും പറയും. ഇന്ദതൊഴുഹും എന്ന ആയത്തിൽ ഇത് ഉണ്ട് എന്നാ പറഞ്ഞത്, ഇല്ല എന്നാ പറഞ്ഞത്? ഉണ്ട് എന്നാണോ? എന്നാ പിന്നെ ഏത് മുഫസ്സിർ പറഞ്ഞു? അതുകൂടി പറഞ്ഞ വിഷയം തീർന്നു. ഇല്ല എന്നാണോ? ഞാൻ ആ വിഷയം വിട്ടു. പിന്നെ എനിക്കിങ്ങനെ അതിനെപ്പറ്റി പറയലിന്റെ പ്രതിപാദനത്തിലില്ല. ഞാൻ അടുത്ത വിഷയത്തിൽ കിടക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇൻ തദ്ഹൂഹും, അള്ളാഹു അല്ലാത്തവർ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ, പ്രാർത്ഥിക്കുന്ന നിലക്ക് സഹായം ചോദിക്കുന്നോ, അത് അള്ളാഹു അല്ലാത്ത ആരെയും അതിന് പേര് പറയേണ്ട ഉസ്താദെ. ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെ എനിക്കുന്ന ഏതിയായാലും ഒരു മനുഷ്യനെ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ ചെറുക്കാണോ അല്ലെങ്കിൽ കാഫറാണ്, മുദ്രിക്കാണ്. നിങ്ങളെ വാക്ക് ഖുർആനിൽ തെളിവല്ല, ഇസ്ലാം തെളിവല്ല. നിങ്ങളെ ഭാര്യമാരോട്, നിങ്ങളുടെ മുജാഹിദിനെ നിങ്ങൾ അംഗീകരിക്കുന്ന അനുയായികളോട് ഓരോടൊക്കെ പറയാൻ പറ്റുള്ളൂ, ഞങ്ങളോട് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങളോതി അതേ ഖുർആന്റെ വ്യാഖ്യാനം ഞാൻ ലോകത്താദ്യം രചിക്കപ്പെട്ട തഫ്സീറാണ്. തഫ്സീർ ഇബ്നു ജരീർ തൊബരിയുടെ ജാമിഉൽ ബയാൻ 10/404 ഇതിന്റെ പേജും വാള്യവും. ഇതിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു, ആ പറഞ്ഞത് അത് മുഹയ്യിദ്ദീൻ ഷെയ്ഖോ റസൂലിനെയോ അവർ ഇലാഹാണെന്നോ ദൈവമാണെന്നോ കരുതിക്കൊണ്ട് വിളിക്കുന്നതിനെ കുറിച്ചല്ല. പിന്നെയോ അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ചാണ് ആയത്തിലുള്ളത് എന്ന് എന്റെ വക പറഞ്ഞതല്ലോ. ഞാൻ തഫ്സീർ എടുത്തതാ ഉദ്ധരിക്കണേ. നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയാണ്. അത് ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി. നിങ്ങൾ പറയാം ആദം നബി മുതലുള്ള ഉസ്താദേ ആദം നബി മുതൽ മരിച്ചവർ, അതോടൊന്ന് രണ്ട് ഉസ്താദ് വിളിച്ചുകൊണ്ട് വിഷയം തീരുമാനമാവില്ലല്ലോ. അത് തഫ്സീർ എവിടെ, രേഖ എവിടെ, പ്രമാണം എവിടെ? നിങ്ങളെ പോക്കറ്റിൽ നിന്നെടുത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് അവിടെ തന്നെ വെക്കുക. വേറെ യാതൊരു ചികിത്സയില്ലതിന്. ഉസ്താദ് വളരെ വ്യക്തമായി മലയാളത്തിൽ ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാകുന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. അത് അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിനെ പറ്റിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ലെന്നാണ് ഉസ്താദിന്റെ വാദം. ഉസ്താദ് ഒരു ആയത്തോതട്ടെ, കറാമത്ത് കൊണ്ട് ചോദിക്കാൻ, മുഅ്ജിസത്ത് കൊണ്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ആയത്ത് നിങ്ങൾ ചോദിച്ചോളി, അല്ലാഹു അല്ലാത്തവരോടൊന്നുള്ള ഒരായത്തോതട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരായത്തോതുമ്പല്ലേ ഞാൻ പറഞ്ഞത് പൊട്ടുക അല്ല. പൊട്ടണമെങ്കിൽ ഈ ആയത്തിന്റെ നിങ്ങൾ പറഞ്ഞത് പൊട്ടണമെങ്കിൽ ഇത്ര മതി. ഈ ആയത്ത് നിങ്ങൾ പറഞ്ഞതല്ല എന്ന് തെളിയിക്കാൻ ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ ഉദ്ധരിച്ചത് തന്നെ യഥേഷ്ടം മതി. കണ്ണും കാതുള്ള മലയാളം തിരിയുന്ന എല്ലാവർക്കും ഇത് തിരിയും. നിങ്ങളാ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് നിങ്ങളും ഞാനും ജനിക്കുന്നതിന്റെ നൂറ്റാണ്ട് മുമ്പ് 1100 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നു ഇത് മഹാത്മാക്കൾ ഇസ്തിഗാഥ സഹായം ചോദിക്കുന്നതിനെ കുറിച്ചല്ലേ. പിന്നെയോ ഇത് പറയുന്നത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് മതി നിങ്ങൾ പറഞ്ഞ് ശരിയല്ല എന്ന് തെളിയിക്കാൻ. മറ്റത് രണ്ടാം ചോദ്യമാണ്, അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. അപ്പൊ ഇത് പറഞ്ഞ ആയത്തിൽ, നിങ്ങൾ ഓതിയ ആയത്തിൽ, ഇന്ദതൊഴുഹും എന്ന് പറഞ്ഞ ആ ആയത്തിൽ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല, ബദരീങ്ങളെ, നബിയെ, അതുപോലെ മുഹയ്യിദ്ദീൻ ഷേഖെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഒരൊറ്റയാളും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ അതല്ലേ തെളിയിക്കേണ്ടത്. അത് ഇവിടെ തെളിയിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ വീണ്ടും ആ പഠിച്ചു വെച്ച ആ പീസിന് തരുന്ന ചീട്ടുണ്ടല്ലോ, അത് നമ്മളെ മുമ്പിൽ പറയണ്ട. അത് മുജാഹിദ് കുട്ടികളുടെ മുമ്പിൽ പോയി ക്ലാസ്
എടുത്താൽ മതി, അവനാന്റെ വീട്ടിൽ പോയി ക്ലാസ് എടുക്കാം, അതിനൊന്നും ആരും എതിർപ്പ് പറയില്ല. മുസ്ലിമീങ്ങളോടും വിവരമുള്ളവരോടും അത് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ആ ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം ഞാൻ ഉദ്ധരിച്ചു. വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ദൈവങ്ങൾക്ക് വിളിക്കുന്നതിനെ കുറിച്ചാണ്. സുന്നികളോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത വേറെ മറ്റൊരു ഇലാഹേ ഇല്ല, ഒരു ദൈവമേ ഇല്ല, അല്ലാഹു മാത്രമാണ് ഇലാഹു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും അത് മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേരുകയും ചെയ്ത പ്രസ്ഥാനമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനം. അതുകൊണ്ട് ഈ ആയത്ത് സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയ്ക്ക് എതിരാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്കെന്നല്ല ലോകത്തുള്ള ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ രണ്ടാളൊന്ന് പറഞ്ഞിട്ട് വേണം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ. മയക്ക കൊടുക്ക്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം പറഞ്ഞു. എന്താണ് നമ്മള് മൗലിദിന്റെ വിഷയത്തിൽ പെട്ടത് ആരാന്ന് റഷീദ് സക്കാഫിക്ക് അറിയാം. എന്താ വിഷയം എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാക്കണം, മൂപ്പർക്കും മനസ്സിലായിട്ടില്ല. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വിശദീകരിക്കണം. അത് ഞാൻ പിന്നീട് പറഞ്ഞാൽ മതി. ഇന്ത്യയിൽ ആയത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അത് പറയും. ആ ആയത്തിനെ പറ്റി നമുക്കൊരു തീരുമാനം എടുത്തിട്ടാകാം. ഇന്ദദ്ഹു എന്നുള്ള പറഞ്ഞപ്പം ഉസ്താദ് എന്താ പറഞ്ഞ, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലുവല്ല, അത് ഷഹാദത്ത് കലിമ അല്ലാത്ത മക്കാ മുശ്രിക്കുകൾക്ക് ബാധകമെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുവല്ലേ ഉസ്താദ് ചെയ്തത്. അന്നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബാധകം അല്ലെങ്കിൽ അങ്ങനെ തെളിവുണ്ടെങ്കിൽ നിങ്ങളൊരു ആയത്തോതി ഞാൻ പ്രസ്ഥാനം വിട്ടിങ്ങളോട് പോരാ എന്ന് വരെ ഞാൻ പറഞ്ഞത് എന്തിനാ? അല്ലത്തിന് ഉസ്താദ് മറുപടി പറഞ്ഞിട്ടാണ്. തദ്ഹുവും അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചാലും ഓ മുശ്രിക്കാണ്, ഓന് രക്ഷയില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. അല്ലെന്ന് സ്ഥാപിക്കണ്ടെങ്കിൽ ഒരായത്ത് ഓതുമ്പോൾ നിങ്ങളെ ഓതിയ ആയത്തിൽ അങ്ങനെ വേണ്ടേ? സ്ഥാപിക്കേണ്ടതുള്ളൂ. ആ ഓതിയ ആയത്തിൽ അങ്ങനെ വേണ്ടേ? നിങ്ങൾ പറയാം ഖുൽ ഹുവല്ലാഹു അഹദ്, എന്നിട്ട് ഞാൻ പറയാം ഇയാൾ മുശ്രിക്കാണ് എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ എന്താ വേറെ വല്ല സ്ഥലത്തല്ലേ ചികിത്സിക്കേണ്ടത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഞാൻ ഓതും, എന്നിട്ട് പറയാം ഇയാൾ കാഫിറാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അത് എവിടെ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ മൂപ്പർ ചോദിക്കുക, അല്ല ഞാൻ പറയാം അല്ല ഇത് എതിലുള്ള ഒരു ആയത്തുകൾ സ്ഥാപിക്കി. എന്താ ഈ പറഞ്ഞത്? ഇതൊക്കെ ആരോടാ പറയണത്? ഖുൽ ഹുവല്ലാഹു അഹദ് ഞാൻ പറഞ്ഞിട്ട് ഇയാൾ കാഫിറാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണോ? എന്ത് പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞ് ആയത്തിൽ എന്തോ അർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞതിന് വിശദീകരിക്കണം. ആ ആയത്തിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ ഞാൻ അതിന് മറുപടി പറയേണ്ടതുള്ളൂ. ഇല്ലാത്ത ആയത്തിന് മറുപടി പറയേണ്ടതുണ്ടോ? നിങ്ങൾ ഈ കഥ ഇല്ലാതെ ചോദിക്കരുത്. ഞാൻ വളരെ വ്യക്തമായിട്ടാ പറയുന്നത്. നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ വളരെ വ്യക്തമായിട്ടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും ഈ ജനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ആരും പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരും പ്രാർത്ഥന കേൾക്കില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. കേൾക്കുമെന്ന് സ്ഥാപിക്കേണ്ടത് ഉസ്താദിന്റെ ബാധ്യതയാണ്. അതല്ല, നിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ ഈ ആയത്തിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ഈ ആയത്ത് ഓതിയിട്ടാണല്ലോ പറഞ്ഞത്. ഇന്ദദ്ഹുന്നില്ലേ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഓതിയിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഈ ആയത്തിൽ അങ്ങനെ വേണ്ടേ? എന്നാലല്ലേ ഞങ്ങൾക്ക് സ്ഥാപിക്കേണ്ടതുള്ളൂ. ഈ ആയത്തിൽ നിങ്ങളാ പറഞ്ഞ കളവാണ്. ഈ ആയത്തിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. പിന്നെ നിങ്ങൾ വേറെ കേൾക്കൂലേ? അത് നിങ്ങൾ വേറെ ചോദിച്ചോളി. ഞാൻ ബുഖാരി മുസ്ലിം ഉദ്ദേശിച്ച് മറുപടി പറയും. പക്ഷെ ഇപ്പൊ പ്രശ്നം അതല്ല. നിങ്ങളൊരു ആയത്ത് ഓതി, എന്നിട്ട് ആ ആയത്ത് ഓതിയിട്ട് തനിച്ച ദുർവ്യാഖ്യാനം ഖുർആന്റെ പേരിൽ കളവ് നിങ്ങൾ പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കൂല, ഞങ്ങൾ അംഗീകരിക്കൂല. അത് ശരിയല്ല. ഈ ജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, പഠിക്കണം. എന്നിട്ട് നിങ്ങൾ അടുത്ത് ചോദിച്ചോളി. ഞാൻ ഇഷ്ടംപോലെ പറയുന്നു. അള്ളാഹു ആണ് സത്യം, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അത് കളവ് പറയുന്നവർക്ക് ചില ആളുകൾക്ക് തോന്നും ഞാൻ പറഞ്ഞത് കളവല്ല, സത്യമാണ്. കളവ് പറയാൻ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് മാത്രം കളവ് കളവാകാതിരിക്കുവോ? ഞാൻ പറയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇത് മനുഷ്യരാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് മരമല്ല, മനുഷ്യനാകുന്നു പറഞ്ഞാൽ അള്ളാഹിനെ പിടിച്ചാ പറഞ്ഞത് എന്നതുകൊണ്ട് ഇത് കളവാകാതിരിക്കൂലല്ലോ. ഞാൻ പറഞ്ഞ കളവല്ലേ എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത് ശുദ്ധ കളവാണ്. വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി, ഈ ആയത്തിൽ അങ്ങനെ ഒരു അർത്ഥം ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പറഞ്ഞത് ശുദ്ധ കളവാണ്, പച്ച മലയാളത്തിലുള്ള കളവാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആയത്ത് ഓതിയിട്ട് ഖുർആൻ പണ്ഡിതരുടെ അർത്ഥം പറഞ്ഞു. അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ലെന്നോ റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ലെന്നോ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരാളും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപിക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാ. എന്നിട്ട് വല്ലാഹി വല്ലാഹി തന്നാല് ആ കാലൊക്കെ പേടിച്ചു. മുജാഹിദിന്റെ വല്ലാഹി. അപ്പൊ എല്ലാവർക്കും അതിന് വിശ്വാസം പോയിക്കണം. പഴയ കാലത്തൊക്കെ അള്ളാഹിനെ പഠിച്ച് സത്യം ചെയ്യുമ്പോ മോമിനുകൾ വിളിച്ച് സത്യം ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ മുജാഹിദുകൾ വിളിച്ച് സത്യം ചെയ്യുമ്പോൾ അതിൽ ആർക്കും ഒരു ബേജാറും ഇല്ല. അത് കളവാന്ന് നേരത്തെ അറിയാം. കാരണം മുജാഹിദ് പ്രസ്ഥാനം തന്നെ കളവ് പറയൽ മത്സരം നടന്ന പ്രസ്ഥാനമാണല്ലോ, നിങ്ങൾക്കും അറിയാലോ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊന്നും ആർക്കും വിശ്വാസമില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. വേറെ ജനങ്ങളെ വട്ടം കറക്കരുത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ലാതെ നിങ്ങൾക്ക് ബേജാറില്ല. അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങൾ
ഇങ്ങനെ നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് തഫ്സീർ നിങ്ങൾ പറഞ്ഞോളി, ചോദിച്ചോളി, ഞാൻ തരാം. ഇന്ന തഫ്സീറിലുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞോളി. ഇല്ലാതെ അള്ളാഹിന്റെ ഖുർആൻ ഓതുക, എന്നിട്ട് എന്തെങ്കിലും കൊണ്ട് വിളിച്ചു പറയും, അത് നടക്കൂല, അത് രസമല്ലല്ലോ. അത് ഖുർആൻ പറഞ്ഞതിനെതിരാണ്. ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തവൻ നരകത്തിൽ അവന്റെ പാർപ്പിടം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് രണ്ടാണെന്ന് പറഞ്ഞിട്ട് അടുത്ത് ചോദിച്ചോളി, എന്തും ചോദിക്കാം. ഇത് മാത്രം ഇത് പറഞ്ഞ വേറെ വഴല് പറയണ്ട. നിങ്ങൾക്ക് കുറെ പറയാൻ, നിങ്ങൾ ചില്ലറക്കാരനല്ലാന്ന് എനിക്കറിയാം, ഞങ്ങൾക്കും അറിയും. ഞങ്ങൾ വെറുതെ അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, ഇതൊക്കെ പറയാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ കുറെ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഖുർആനിന്റെ ഈ ആയത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അറിയാം, പ്രശ്നം തീർന്നില്ലേ. കൊടുക്കി മറുപടി പറയാണ്ടെങ്കിൽ പറഞ്ഞാൽ ഇത് വഴല് പറയുന്നത് ആളുകളെ നമ്മൾ ബുദ്ധിമുട്ടാക്കരുത്. മിന്ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരെയാണെങ്കിലും അതിൽ പെട്ടു. ഇനി അതിന് തർക്കിച്ചിട്ട് സമയം കളയണ്ട. അള്ളാഹു അല്ലാത്ത ആരെ ആരാധിക്കുന്ന ഇലാഹുകളെ ആരാധിക്കുന്നവരും പെട്ടു, അതിൽ ആർക്കും സംശയമില്ല. അള്ളാഹു അല്ലാത്ത ഏത് വസ്തുവിനെ ആരാധിക്കുന്ന ആലിഹത്തല്ലത്തി തഹ്ബുദൂനഹ എന്നാ പറഞ്ഞത്. അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചാ. മുഹയ്യദ്ദീൻ ശേഖരെ വിളിക്കാൻ പാടില്ല എന്നോ റസൂലിനെ വിളിക്കാൻ പാടില്ല എന്നോ ഇതിലുണ്ടെങ്കിൽ കാണിച്ചു കാട്ടി നോണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു വ്യക്തിയുടെ പേരെടുത്ത് മാത്രം ഒരു വ്യക്തി എന്ന് പറയണ്ട, ആ തത്തുല്യമായിട്ട് ഈ മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ലെങ്കിൽ അതിങ്ങോട്ട് പറയും. അതല്ലേ നിങ്ങൾ ഖുർആൻ പറയാൻ തോന്നുക, എന്നിട്ട് നുണ പറയാ, പച്ചക്കളവ്, ലജ്ജയില്ലാതെ പറയാം. നിങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്, മുജാഹിദ് പ്രസ്ഥാനത്തെ ഒന്നിച്ചാ ഞാൻ പറഞ്ഞത്, അതിൽ നിങ്ങൾ പെടുട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് പച്ചക്കളവ് ഖുർആന്റെ പേരിൽ പറയാം. ഇതന്നെ നിങ്ങളെ പരിപാടി, സ്ഥിരം പരിപാടി. അത് നേർക്ക് നേരെ കിട്ടുമ്പോ അതിന്റെ നിജസ്ഥിതി സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. മാന്യമായിട്ടാണ്. പച്ചക്കളവ് എന്നുള്ളത് മാന്യം തന്നെയാണ്. മാന്യത വിട്ടിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ പിന്നെ കളവ് തന്നെ പറയേണ്ടി വരും. അത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ വളരെ മാന്യമായിട്ടാ പറയുന്നത്. ഞാൻ എത്ര വ്യക്തമായിട്ടാ പറയുന്നത്. ഒരായത്ത് നിങ്ങൾ ഓതി തന്നാ ഞാൻ നിങ്ങൾ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രസ്ഥാനത്ത് ഞങ്ങൾ രാജിവെപ്പിക്കും ഇൻഷാ അല്ലാഹ്. അത് വേറെ കാര്യം, അതല്ല നമ്മുടെ പ്രശ്നം. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. സാധുവാണ്, നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ് മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് മഹാത്മാക്കളെ മുഹയ്യദ്ദീൻ ശേഖരെ വിളിക്കുന്നതിനെ കുറിച്ചാണ്, റസൂലുള്ളാഹിനെ വിളിക്കുന്നതിനെ കുറിച്ചാണെന്ന് സാധുക്കൾ മൗലവിമാർ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കും. അക്ഷരം പറയുമ്പോൾ പിഴച്ചുപോയ അള്ളാഹു ഒരു വട്ടല്ല 4 വട്ടങ്ങൾ ഓതിയപ്പോഴൊക്കെ പിഴക്കണം. അപ്പൊ നിങ്ങൾ പഠിച്ചത് അങ്ങനെയാണ്, പഠിപ്പിച്ചത് അങ്ങനെയാണ്. അല്ല ഉസ്താദെ, നേരത്തെ ഞാൻ ഖുർആൻ തന്നെ മാറ്റിയത് യഹൂദികൾ പോലും ചെയ്യാത്ത പണി. അതൊക്കെ ഞാൻ മറുപടി പറയട്ടോ. പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാര് ചെയ്യാത്ത പണി സുന്നികൾ ചെയ്തു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുന്നികൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ മക്ക മുശ്രിക്കുകൾ വലിയ മുശ്രിക്കലാന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ നമുക്ക് മറുപടി ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ പിന്നെ നിങ്ങൾ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പറ്റുന്നതിന് പ്രമാണം ഉണ്ടോ? ഇതൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ മറുപോവാം. പക്ഷെ അതിന്റെ മുമ്പ് ഇതൊന്നും തീരുമാനിക്കണം. ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ ഈ കളവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തീരുമാനിച്ചിട്ട് വേണം ഞമ്മക്ക്. ഞങ്ങൾ മക്ക മുശ്രിക്കന്മാരുടെ മാതിരിയാണോ, ഞങ്ങൾ പിന്നെ ജൂതന്മാരെക്കാളും വലിയ പണി ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇവിടെ സിഡിയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും മറക്കരുത്. ഇതൊക്കെ നിങ്ങൾ ഈ കളവുകളൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പിന്നെന്താ അറിയുന്നത്, വളരെ ശുദ്ധജലം കുടിക്കുക, കട്ടൻ ചായ കുടിക്കുക, ഇതൊക്കെ കുടിക്കുള്ളൂ. വേറെ പലതും മറ്റൊന്നും അകത്താക്കാറില്ല. മുജാഹിദിന്റെ സംസ്ഥാന പുളിക്കൽ വെച്ച് നടന്ന സംസ്ഥാന കൗൺസിലിൽ വെച്ച് കൊടുത്ത സാധനം ഉണ്ടല്ലോ, മുന്തിയ സാധനം, വിദേശ ബ്രാൻഡുള്ള സാധനം, അതൊന്നും ഞങ്ങൾ കഴിക്കാറില്ല. അത് നിങ്ങൾക്ക് പെശക് പറ്റിയതാണ്. നിങ്ങളെ രേഖമാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കും. അന്നിപ്പോ നമ്മളെ വിഷയമല്ലല്ലോ. അപ്പൊ നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളും പറയണം. ഉസ്താദെ, തന്തയില്ലാത്ത ഒരാൾ എഴുതിയ പുസ്തകത്തിൽ നമ്മൾ ഈ മാന്യമായ സ്റ്റേജിൽ നിന്ന് അത് പറയണം. തന്തുള്ള ബുക്കാണെന്ന് ഞാൻ തെളിയിച്ചു എന്നാ പ്രശ്നം തീർന്നില്ലേ? അപ്പം തീരും. അത് നമുക്ക് 6ാമത്തെ ചോദ്യമാണ്. അത് ഞാൻ പിന്നെ മറുപടി പറയും. ഇപ്പൊ നമ്മളെ ഇന്ദുന്നുള്ള ആയത്തെ എവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ പ്രശ്നം. ഇന്ദുന്നുള്ള ഞാൻ പറഞ്ഞു, ഞങ്ങള് ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ആയത്തോതി പാടുണ്ട് എന്നുള്ള ഒരായത്തോതാൻ ഞാൻ ഒരുപാട് സമയമായി വെല്ലുവിളിക്കുന്നു. ആയത്തോതി നിങ്ങൾ ആയത്തോതി ഏതാ ആയത്തിൽ എവിടെ? അതെനിക്കറിയില്ല. ഞാൻ ആയത്തിയാ ഓതിക്കണ്. അങ്ങനെ ഞാൻ ഓതി ഞാൻ ഓതിക്കണ്. ആയത്തിലെവിടെ? അതെവിടെ എനിക്കറിയില്ല. ആയത്തിയാ ഓതി. അതൊന്നും നടക്കൂല കാക്ക. പഴയ കാലത്തെ ഭാര്യയല്ലല്ലോ. ഇപ്പൊ നമ്മളെന്ത് തെങ്ങളി പറഞ്ഞു. മനുഷ്യന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ. ഇതൊക്കെ ഇപ്പൊ മനുഷ്യന്മാരോട് പറയാൻ പറ്റും. നിങ്ങൾ വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ഇത് രണ്ടാമതൊന്ന് ചോദിച്ചിട്ട് തീരുമ്പോൾ നിങ്ങൾ വേറെ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ചോദ്യത്തിന് കൊടുക്കാൻ വേറെ ആൾക്ക് കൊടുക്കുക. അല്ലാതെ കളവ് പറയാൻ പറ്റില്ല. വേറൊന്നും വെറുതെ ഇങ്ങനെ വാള് പറഞ്ഞിട്ട് ആളുകൾക്ക് വിരസത അനുഭവം. നമ്മൾ ഈ സഫാത്തൊന്നും നമ്മൾ സാധാരണ അനുവദിക്കാറില്ല. നിങ്ങളെ
വയസ്സ് മാനിച്ച് ഞാൻ അങ്ങനെ ചെയ്യില്ല. ആ കൊടുത്തോളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കണ്ട, ഇതിനെ കുറിച്ച് തീരുമാനം പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാം. അല്ല, കാരണം എന്താ കാക്കാന്നൊക്കെ വിളി തുടങ്ങി, ഇനി നായിന്റെ മോനെ എന്നൊക്കെ വിളിക്കാനുള്ള കാക്കാന്ന് പറഞ്ഞ നായിന്റെ മോനെ എന്ന് വിളിക്കുന്ന മാതിരിയാ. സുബ്ഹാനല്ലാഹ്, ഉത്തരം മുട്ടുമ്പോ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്, ഞാൻ മലപ്പുറം ജില്ലക്കാരാണ്. കാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ബഹുമാനിച്ച് പറഞ്ഞൊരു പദാട്ടോ. സുബ്ഹാനല്ലാഹ്, ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെ മലപ്പുറം ജില്ലക്കാർ പറയുന്നുണ്ട് കാക്ക, റഹ്മത്തുൽ സഖാഫിണ്ട്, വളരെ ബഹുമാനിച്ച് പറഞ്ഞ പദാണ് കാക്കാന്ന്. അല്ലാതെ നായിന്റെ മോനെ, പട്ടിയുടെ മോനെ, കാക്കെ എന്ന് വിളിക്കണം, അത് പറഞ്ഞ് നമ്മളെ സഭ്യതരമായ ശൈലിയാണ്. അതൊന്നും നമ്മൾ ഈ സദസ്സിനോട് അത് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു പദമാണെന്നേ ഞാൻ കരുതുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ സഭ്യതരമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ദുള്ള ആയത്ത് നിങ്ങൾ ഓതി, അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് ചോദിക്കാം. എവിടുന്ന് എങ്ങനെ വിളിച്ചാലും അള്ളാഹുവിന്റെ ഔലിയാക്കളും പ്രവാചകന്മാരും കേൾക്കും എന്നാണല്ലോ സുന്നികൾ പറയുന്നത്. അതിന് കുറെ ആയത്തും ഹദീസും എല്ലാം തെളിവുണ്ടെന്ന്, കൊട്ടക്കണക്കിന് ആയത്ത് തെളിവുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആയത്തും ഹദീസെല്ലാം നമ്മളെക്കാട്ടി മുമ്പേ നബിയിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ സഹാബിമാർക്ക് ഇങ്ങനെ ഇതിന് ഏറ്റവും അർഹൻ നബിയാണ്, അള്ളാഹുവായിട്ട് അടുത്തതിന്റെ പേരിലാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് നേരിട്ട് ഹദീസും ഖുർആനെല്ലാം കേട്ട് മനസ്സിലാക്കിയ സഹാബിമാർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഇത് പറയാം. രേഖ തെളിയിക്കുക. ഞാൻ രേഖ മറ്റൊന്നും പറയുന്നില്ല. മുജാഹിദിന്റെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയോ പ്രസിദ്ധീകരിച്ചതും KM മൗലവി എന്ന് പറയുന്ന കേരള മുജാഹിദുകളുടെ കേരളത്തിൽ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ വ്യക്തിയുമായ KM മൗലവി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അൽ വിലായത്ത് വൽ ഖറാമ. ഇതിലുള്ളത് തന്നെ പറഞ്ഞാൽ പിന്നെ മുജാഹിദുകൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. ആയത്ത് ഹദീസത്തോടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഇതിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഈ KM മൗലവിയാ പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അദ്ദേഹം മദീന മുനവ്വറയിൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബ ഓതുമ്പോൾ യാ സാരിയ അൽ ജബൽ, അൽ ജബൽ, സാരിയത്തെ ആ പർവ്വതത്തിന്റെ മേൽ കയറുക എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശബ്ദം അപ്പോൾ തന്നെ സാരിയ കേട്ടു. ആ പർവ്വതത്തിൽ മറഞ്ഞു ഇരുന്നിരുന്ന ശത്രുക്കളിൽ നിന്ന് തൽക്ഷണം തന്നെ അദ്ദേഹം സൂക്ഷിച്ചു, രക്ഷ പ്രാപിച്ചു. എന്താ പറഞ്ഞത്? മദീനയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 2000 കിലോമീറ്റർ മൈലുകൾ അകലെയുള്ള നഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു മുസ്ലിം സൈന്യത്തെ അയക്കുകയാണ്. അങ്ങനെ അയച്ച് അതിന്റെ നേതാവായി അമീറായി സാരിയ റളിയല്ലാഹു അൻഹുവിനെ അധികാരപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരു സന്ദർഭത്തിൽ അതാ ആ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, യാ സാരിയ അൽ ജബൽ, അൽ ജബൽ, സാരിയ ആ പർവ്വതത്തിന്റെ ഭാഗം ശ്രദ്ധിക്കൂ, അവിടെ ശത്രുക്കൾ ഇരച്ചു കയറുന്നു. ആരാ പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരോടാ പറയുന്നത്? 2000 മൈലുകൾ അകലെയുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്. എന്തുണ്ടായി? സാരിയ റളിയല്ലാഹു അൻഹു ശബ്ദം കേൾക്കുന്നു, അവിടെ ഇരച്ചു കയറുന്ന ശത്രുക്കളെ ബഹുമാനപ്പെട്ടവർ തുരത്തിയോടിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ആ യുദ്ധത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ഇത് നേരത്തെ സുനാമി ഉണ്ടാക്കി വർത്താനം പറഞ്ഞല്ലോ, എന്നതുപോലെ പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു. ശത്രുക്കൾ ഇരച്ചു കയറിയ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു 2000 മൈലുകൾ അകലെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്. അവിടെയുള്ള സാരിയ റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയാണ്. എന്നിട്ടോ സാരിയ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ ആക്രമണം തടുക്കുകയാണ്. ഇതാരാ പറയുന്നത്? ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്റെ കിതാബിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പുറമെ കേരള മുജാഹിദുകളുടെ ആധികാരിക നേതാവ്, കേരള മുജാഹിദുകൾ പ്രസ്ഥാനത്തെ കേരളത്തിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഇബ്നു തൈമിയ, അല്ല KM മൗലവി. ഇതാരാ പറയുന്നത്? കേരള നദ്വത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം എന്ന ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ആ KM മൗലവി പറയുകയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് സഹിഹായ റിവായത്ത് കൊണ്ട് സുബൂതായിട്ടുള്ളതാണ്. ഇതാണ് കേട്ടാ മുജാഹിദ് പറയും അത് വാറോലയാണ്, അത് ശരിയല്ല. അത് താക്കാൻ വേണ്ടി കെ മൗലവി അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇത് സഹിഹായ റിവായത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. സുബൂത്തായിട്ടുള്ളതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് വാറോലയാണെന്നോ കള്ളത്തരമാണെന്നോ അത് സ്വീകരിക്കാൻ പറ്റില്ലെന്നോ കൊട്ടി മുജാഹിദുകളെ ആരും പറയരുത്. ഇത് സഹിഹായ റിവായത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാകുന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബികളാകുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയും സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അകലങ്ങളിൽ വെച്ചുകൊണ്ട് കേൾക്കാനും സഹായിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ല ഞാൻ ചോദിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവരുടെ വിളി കേൾക്കാനും അവർക്ക് ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ഉണ്ട് എന്ന് ഇപ്പോൾ സുന്നികൾ വിശ്വസിക്കുന്നത് പോലെയുള്ള വിശ്വാസം സഹാബിമാർക്ക് ഉണ്ടായിരുന്നോ എന്നാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം കഴിവുണ്ട്. അപ്പൊ റസൂലിനോട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ റസൂലിനോട് എന്ത് സംശയം ചോദിച്ചതാക്കണമെങ്കിൽ റസൂലിനെ കാണാതെ ഇങ്ങനെ നമ്മളിപ്പോ ചോദിക്കുന്നല്ലോ എവിടുന്ന് ജനങ്ങൾ ചോദിക്കാറുണ്ടോ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അതാണ് തെളിയിക്കേണ്ടത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണല്ലോ. നേരത്തെ ചോദിച്ചതിന്റെ ധ്വനി ഇതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണല്ലോ നബി ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞവർ. ഇവർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം കേൾക്കാൻ അറിയാനും കഴിയും എന്നുണ്ടോ എന്നാണ്. എന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലൈഹി സലാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മുജാഹിദുകൾ വരെ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, എന്റെ പേരിൽ സലാം പറയുന്ന ഏതൊരു വ്യക്തിയുണ്ടോ, റസൂലുള്ളാഹി പറയാണ്, എന്റെ പേരിൽ ആര് സലാം പറയുന്ന ലോകത്തിന്റെ മാമിൻ അഹദിൻ, ഏത് ഭാഗത്തുനിന്ന് ഏത് ലോകത്തുനിന്ന് എവിടെ വെച്ച് ആര് എനിക്ക് സലാം പറയുന്നുണ്ടോ, നോക്ക് നിങ്ങൾ, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദ അലൈഹി സലാം, അല്ലാഹു എനിക്ക് റൂഹ് തിരിച്ചു നൽകി അവർക്ക് മറുപടി പറയാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് നോക്ക് നിങ്ങൾ, നമ്മൾ എത്ര ആളുകൾ ഒരേ സമയത്ത് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് സലാമു അലൈക അയ്യുഹൻ നബിയ്യോ, സ്കാരത്തിന് നമ്മൾ ഏതാനും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായിക്കുകയാണ്, അല്ല സലാം പറയുകയാണ്, സലാമു അലൈക അയ്യുഹൻ നബിയ്യോ. ആര് എവിടെ നിന്ന് എപ്പോ സലാം പറയുന്നുണ്ടോ റസൂൽ പറയും എനിക്ക് സലാം മടക്കാൻ കഴിയും. അപ്പൊ ഞാൻ അറിയുന്നുണ്ട്, എനിക്ക് മടക്കാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ നിസ്കാരമല്ലാതെ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി വഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്, അങ്ങനെയും സലാം പറയുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്. അതൊക്കെ കേൾക്കാൻ റസൂലിന് കഴിയും. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. പിന്നെയും ഉത്തരം മാറ്റി. ഞാൻ ചോദിച്ചതിന് റസൂലിന് സലാത്ത് ചെല്ലുന്ന ഇതല്ല, സലാത്ത് റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് റസൂൽ ജീവിച്ചിരിക്കുമ്പോഴും സാബിമാരെ നിസ്കരിച്ചിട്ടുണ്ട്. അതിനൊന്നും റസൂൽ മറുപടി പറയാറില്ല. റസൂൽ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ ഉദാഹരണം ഞാൻ ചോദിച്ചതിനുള്ള ഇതായിട്ടില്ല. റസൂൽ അങ്ങനെയാണെങ്കിൽ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ സാബിമാരെ നിസ്കരിക്കുമ്പോൾ റസൂൽ സലാത്ത് ചെല്ലിയാൽ റസൂൽ ആ സലാത്തിന് മറുപടി ചെല്ലാറുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം. അങ്ങനത്തെ തെളിവാണ് വേണ്ടത്. ഇപ്പൊ ഉത്തരം ശരിയായിട്ടില്ല. അതായത് അപ്പൊ നമ്മളിപ്പോ ആൾക്ക് വേണ്ടത് മരിച്ചതിന് ശേഷമാണ് റസൂലിനെ നമ്മൾ വിളിക്കണേ. വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ സഹായം പറയുമ്പോ സലാം പറയുമ്പോ അത് കേൾക്കുന്നില്ല തെളിവല്ല വേണ്ടത്, അതല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ജീവിച്ചിരുന്ന കാലത്ത് വിളിച്ചിരുന്ന് കേട്ടിരുന്നോ എന്നുള്ളീന. നമ്മളെ തർക്കം അവിടെ അല്ലല്ലോ സഹോദര. വഫാത്തായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറ്റൂലേ? അത് വിളിച്ചാ റസൂല് കേൾക്കൂലേ? അതിന് സഹായിക്കാൻ കഴിയില്ലേ? അതിന് തെളിവാണ് എന്നപ്പോ പറയാം. അതല്ല മരിച്ചിരുന്ന കാലത്ത് സ്വഹാബത്ത് വിളിച്ചാൽ കേൾക്കൂലേ? എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? അത് നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ ആ വിളി ശിർക്കാണോ അല്ലേ? അത് റസൂലുള്ളാഹി കേൾക്കൂലേ? റസൂലുള്ളാഹിക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ലേ? ഇതാ നമ്മുടെ പ്രശ്നം. മൂപ്പര് വേറെ എന്തോ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ആ സ്വഹാബ് ഇങ്ങനെ വിളിച്ചപ്പോ കേട്ടില്ലേ
എന്നാ. അത് വേറൊരു ചർച്ചയാണ്, നമ്മളെ വിഷയത്തിൽ പെട്ടതേ അല്ല. തെളിവുണ്ടോ ഇല്ലേ എന്ന് മറ്റൊരു കാര്യം. സുന്നികളും മുജാഹിദും തമ്മിൽ തർക്കമുള്ള വിഷയത്തിൽ മർമ്മതല്ലല്ലോ. മരിച്ചുപോയവർ, നേരത്തെ നമ്മളെ മറ്റേ മൗലവി പറഞ്ഞില്ലേ, മരിച്ചുപോയവർ വിളിച്ച് സഹായം ചോദിക്കലാണ് നമ്മളെ ചർച്ച. അത് കേൾക്കൂലേ? കേൾക്കും, സഹായിക്കാൻ കഴിയും, ചെയ്യും. ഞാൻ ആദ്യം യാതൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന വിശ്വാസം സഹാബിമാർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ഉദാഹരണമാണ് വേണ്ടത്. അതിന് മറുപടി ഞാൻ പറഞ്ഞു. ഞങ്ങളിപ്പോ വിശ്വസിക്കുന്നത് എന്താ? വഫാത്തായ നബി തങ്ങളെ വിളിച്ചാൽ കേൾക്കോ? അതാ ഞാൻ മറുപടി പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസല്ലേ എന്താ? വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ചാൽ കേൾക്കോ? അതിന് മറുപടി തന്നെ ഞാൻ പറഞ്ഞു. വഫാത്തായ നബി തങ്ങളെ വിളിച്ചാൽ കേൾക്കോ? അത് വിശ്വസിക്കും. സഹാബത്തിലുണ്ടായിരുന്നോ? അത് തെളിവുണ്ടോ? അത് തെളിവുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിന്റെ കാലത്തല്ലല്ലോ ഇപ്പൊ ഞങ്ങളുള്ളത്. വഫാത്തായ നബി തങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു, അത് കേൾക്കോ? സഹായിക്കോ? സഹായിക്കാൻ കഴിയോ? കേൾക്കാൻ കഴിയോ? കേൾക്കാൻ കഴിയും. ഞങ്ങൾ ഇതാ റസൂലുള്ളാഹി വഫാത്തായ നബിയെ വിളിക്കുന്നു, അസ്സലാമു അലൈക എന്ന് സലാം പറയുന്നു. റസൂൽ പറയുന്നു എവിടുന്ന് വിളിച്ചാലും ഞാൻ കേൾക്കും, ഞാൻ ഉത്തരം ചെയ്യുകയും ചെയ്യും. അപ്പൊ റസൂൽ വഫാത്തായതിനു ശേഷം മാത്രം ഈ കഴിവ് കിട്ടി എന്നാണ് ഉസ്താദ് പറഞ്ഞത്? അല്ലല്ല, അത് വേറെ. വഫാത്തായതിനു ശേഷം മാത്രമേ കഴിവുള്ളൂ എന്നില്ല, മുമ്പും ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞു. അതിനൊന്നും സംശയം. മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ സഹാബിമാർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാന്നിധ്യത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിനെ ദീർഘസമയത്ത് ദീർഘദൂരത്ത് വെച്ചുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീട്ടി വിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു, നിനക്ക് ഞാൻ സഹായിക്കും. ആ സ്വഹാബി വര്യൻ പറയുന്നു, നുസിർതു, എനിക്ക് സഹായം കിട്ടി, എനിക്ക് സഹായം ലഭിച്ചു. ഇമാം തബറാനി തന്റെ മുഅ്ജമുസ് സഗീറിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ റസൂലിന് എല്ലാവരെയും കേൾക്കാനുള്ള കഴിവ് അന്നേരം ഉണ്ടായിരുന്നു. റസൂലിന് എല്ലാവരുടെ സംസാരം കേൾക്കാനും കാണാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഈ ആയത്ത് ഹദീസ് തെളിവെന്ന് പറഞ്ഞത്. ഇത് ഹദീസ്, ശരിയായ ഹദീസാണ് പറയുന്നത് അല്ല. തൊബറാനി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനാണ്. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവിച്ചിട്ടാ. ഹദീസ് എന്നൊക്കെ ചോദിച്ചപ്പോ കിതാബിന്റെ പേര് പറഞ്ഞ അറിയായിരിക്കും എന്ന് പറഞ്ഞതാ. ഹദീസാണ് അൽ മുഅ്ജമു സ്വഗീർ, ഇമാം തൊബറാനി ഉദ്ധരിച്ചതാണ്. തന്റെ അൽ മുഅ്ജമു എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. പിന്നെ ഒരുപാട് ഹദീസ് വേറെ ഉണ്ട്. ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഹദീസ്, ഖുദ്സിയായ ഹദീസ്, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഒരു അള്ളാഹു പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, എന്റെ ഒരു അടിമ എന്റെ ഒരു അടിമ സുന്നത്തായ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് എന്നിലേക്ക് അടുക്കും, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും, ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഇഷ്ടപ്പെട്ടാലോ കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കേൾക്കുന്ന കണ്ണ് ഞാനാകും, വയദഹു അല്ലദീ യബ്തശു ബിഹാ, അവൻ കാണുന്ന പിടിക്കുന്ന കൈ ഞാനാകും, വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ പിടിക്കുന്ന നടക്കുന്ന കാല് ഞാനാകും. ഇമാം ബുഖാരി സഹീഹിൽ ഖുദ്സിയായ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 24-ാമത്തെ വാല്യത്തിൽ വിശദീകരിച്ചത് കാണാം. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനം അവിടുന്ന് പറയുകയാണ്. ഇമാം റാസി പറയുന്നു, ആ അല്ലാഹുവിന്റെ നൂറ് ഈ മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ അവൻ വിദൂരത്തുള്ളതും അടുത്തുള്ളതും കേൾക്കും. അതുപോലെ തന്നെ അവൻ വിദൂരത്തുള്ളതും അടുത്തുള്ളതും കാണും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവൻ വിദൂരത്തുള്ളതിലും അടുത്തുള്ളതിലും കൈകാര്യം ചെയ്യാനുള്ള ശക്തിയും സ്വാധീനവും അള്ളാഹു നൽകും. ഇത് റസൂല് പഠിപ്പിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ അത് റസൂലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പൊ ഈ കഴിവ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇല്ല എന്നും പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനുണ്ടാകും, മഹാത്മാക്കൾക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്.
കേൾക്കുന്ന കണ്ണ് നിന്റെ വാക്കിൽ പറഞ്ഞു പോയി. അത് പറഞ്ഞു അത് ആവുമ്പോ പിടിക്കണ്ടാരും. കേൾക്കുന്ന കണ്ണല്ലല്ലോ, കേൾക്കുന്ന കാത്, കാണുന്ന കണ്ണ് എന്നാണ്. അതൊക്കെ എല്ലാവർക്കും തിരിയും. അപ്പൊ ഇതിന് ഏറ്റവും ഈ ഹദീസ് പ്രകാരം ഏറ്റവും യോഗ്യൻ റസൂലാണ്. അങ്ങനത്തെ റസൂലിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നു, കുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദറൻ ഇല്ലാ മാഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനി അസ്സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ മുബീൻ. അതായത് വലൗ കുൻതു അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാം. അതിന് മുമ്പും തുടങ്ങാം. അവിടുന്ന് അർത്ഥം വെച്ച് പറഞ്ഞ അങ്ങനെ പോരാ. എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എന്റെ അധീനത്തിൽ പെട്ടതല്ല. ഞാൻ ഉടമപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉടമയായിട്ടില്ല, എന്റെ സ്വന്തമായിട്ട് എനിക്കില്ല. എന്ത് ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എന്റെ സ്വന്തമായിട്ട് എന്റെ അധികാരത്തിൽപ്പെട്ടതല്ല. ഉറപ്പന്നല്ലേ? അള്ളാഹു നൽകുന്നത് അള്ളാഹുവാണ് നൽകുന്നത്, എന്റെ ഉടമയല്ല ഉറപ്പന്നല്ലേ? അത് ഗൈബും അറിയില്ല, അല്ലാത്തതും അറിയില്ല, ഒന്നുമില്ല. സ്വന്തമായിട്ട് ഇല്ല എന്നുള്ള വാക്ക് അവിടെ ഇല്ല. നിർത്താനില്ല. അംലിക്കു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ശരി. അങ്ങനെ അർത്ഥം കൽപ്പിക്കുകയാണെങ്കിൽ കൽപ്പിക്കല്ല, അങ്ങനെയാണ്. ശരി, അങ്ങനെയാണ് അർത്ഥമെങ്കിൽ അതിനുശേഷം റസൂൽ പറയുന്നു, വലോ കുന്തു അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് സ്വന്തമായി അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഞാൻ അള്ളാഹു ആകുമാവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കും. ഇപ്പൊ അള്ളാഹു നൽകിയത് കൊണ്ട് എനിക്ക് ഗുണം നേടിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കരുതിയെടുത്തൊക്കെ അബദ്ധമാണ്, നിങ്ങൾ ആരോ പറ്റിച്ചതാണ്, ഞങ്ങളെ കുറ്റപ്പെടുത്തിയല്ല. ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മുറാദ് മഖ്സൂദുഹു, ഈ ആയത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? അൽ ഇസ്തിഖ്ലാലു വൽ ഇസ്തിബ്ദാദു, അതായത് സ്വന്തമായ കഴിവുകൾ അത് അള്ളാഹുവിന്റെ റസൂലിന് ഇല്ല എന്ന് സമർത്ഥിക്കലാണ് ഇതിന്റെ വിവക്ഷ. അപ്പൊ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദറ, എന്റെ ശരീരത്തിന് ഗുണത്തെയോ ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഞാൻ ഉടമപ്പെടുത്തൂല. സ്വന്തമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തമായി എനിക്ക് ചെയ്യാൻ കഴിയെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാമായിരുന്നു. ലസ്തക്സർതു മിനൽ ഖൈർ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയില്ലേ? സ്വന്തമായിട്ട് എനിക്കൊന്നുമില്ല. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് എന്റെ എല്ലാ കാര്യവും. എന്റെ അദൃശ്യജ്ഞാനവും ദൃശ്യവും എല്ലാം അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്. അതാണ് ആയത്തിലുള്ളത്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ഒരിക്കലും ഗൈബ് അറിയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. പറഞ്ഞാലോട് റസൂൽ ആവൂല. അപ്പൊ സ്വന്തമായിട്ട് കഴിവുണ്ടായാലേ പിന്നെ ഇത് വർദ്ധിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥ പറഞ്ഞിരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു നൽകിയ കഴിവാകുമ്പോ അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. സ്വതന്ത്രമായ കഴിവ് എന്ന് പറഞ്ഞാല് നിങ്ങൾ വിഗ്രഹങ്ങൾക്ക് ചാർത്തുന്നത് പോലെ, എന്തെല്ലാം വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങൾക്ക് ചാർത്തുന്നത് പോലെയുള്ള കഴിവുകൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരിയൊക്കെ എനിക്കും ചെയ്തൂടെ. പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. എന്തുകൊണ്ട്? എനിക്ക് അള്ളാഹു നൽകുന്ന കഴിവേ ഉള്ളൂ. അത് ദൃശ്യമായ കഴിവാവട്ടെ അദൃശ്യമായ കഴിവാവട്ടെ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. സ്വന്തമായി കഴിവുണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. മക്ക മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചില്ല. അവർ പോലും പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ആഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ കൂട്ടർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നവരാണെന്നാണ്. സ്വന്തമായി കഴിവുണ്ടെന്ന് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചില്ല. മക്ക മുശ്രിക്കുകൾ ഭൂമി സൃഷ്ടിച്ചതാരെ, ആകാശം സൃഷ്ടിച്ചതാരെ എന്നൊക്കെ ചോദിച്ചാൽ അവർ ഉത്തരം പറയും അള്ളാഹു 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 എന്നാണ്. പക്ഷെ അവരുടെ പറഞ്ഞത് അള്ളാഹുവായിട്ട് ഒരു അടുപ്പിക്കാനല്ലാതെ നാം അവയെ ആരാധിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്, എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ല, അള്ളാഹു അങ്ങനെ പറഞ്ഞു. നിങ്ങളെ പോകരുത് നിർത്താണ്. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം ഖാല അല്ലാഹു അസ്സ വജൽ. അള്ളാഹു പറഞ്ഞത് അങ്ങനെ. ഉലൈക, ആ കക്ഷികൾ, അല്ലദീന, ഒരു കൂട്ടരാണ്, കഫറൂ ബിറബ്ബിഹിം, അവരുടെ നാഥനെ കൊണ്ട്, രക്ഷിതാവിനെ കൊണ്ട് കാഫിറായ കൂട്ടരാണ് എന്നാ അള്ളാഹു പറഞ്ഞത്. മറ്റേ നിങ്ങൾ പറഞ്ഞതാ, അള്ളാഹു പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അറിയണോ തഫ്സീർ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തന്റെ വിശുദ്ധമായ ഫത്ഹുൽ ബാരി, ആ ഫത്ഹുൽ ബാരിയിൽ മക്ക മുശ്രിക്കുകളെ വിശ്വാസം പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല, ഉള്ളത് പറഞ്ഞാൽ മതി. നിങ്ങൾ ആയത്തിന് ഓതാന്നൊരു തോന്നിയതാണ് പറയാ, അതിന് ഈ വലിപ്പമുള്ള വേറെ ആളെ നോക്കേണ്ടി വരും, ഞങ്ങളെ കിട്ടൂല. മനസ്സിലാക്കണം നിങ്ങൾക്ക്. ഇതിൽ കാണാം തഫ്സീർ ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി, ഫത്ഹുൽ ബാരിയിലെ 590 പേജിൽ കാണാം മക്ക മുശ്രിക്കുകളെ വിശ്വാസം. എന്താ പറയുന്നത്? ഇന്ന
ഇന്നക ഹജറുൻ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു റളിയല്ലാഹു അൻഹു ഹജറുൽ വസദിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ. ഹജറുൽ അസ്വദിനോട് പറയാ, നീ ഒരു കല്ലാണ്, ഉപകാരവും ചെയ്യാൻ കഴിയില്ല, ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു കമാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചുംബിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജരീർ ത്വബരി വിശദീകരിക്കുന്നു, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നു. എന്താ കാരണം എന്നോ, അതാ അന്നസ്തിലാമൽ ഹജരി من باب تعظيم بعض الأحجار كما كانت العرب تفعل في الجاهلية فأراد عمر أن يعلم الناس أن استلامه اتباع لفعل رسول الله صلى الله عليه وسلم. ഈ കല്ലിനെ ചുംബിക്കുക എന്നത് നബി തങ്ങളുടെ പ്രവർത്തനത്തിനോട് പിൻപറ്റലാണ്, അതല്ലാതെ ലാലി അന്നൽ ഹജറ യൻഫഉ വയളുറു ബിദാതിഹി, കല്ല് സ്വന്തമായി ഉപകാരവും ഉപദ്രവവും ചെയ്യും എന്ന് കരുതിക്കൊണ്ടല്ല. എന്നിട്ട് ഇമാം ഹാഫിള് പറയാ, നിങ്ങൾ വെറുതെ പറഞ്ഞാ പോരാ, നോക്കിക്കോളി, അറബി അറിയുമെങ്കിൽ. കമാ കാനത്തിൽ ജാഹിലിയത്തു തൽതഖിദുഹു ഫിൽ ഔസാൻ, കമാ കാനത്തിൽ ജാഹിലിയത്തു, ജാഹിലിയത്തിലുള്ള മുശ്രിക്കുകളായിരുന്നു തൽതഖിദുഹു, സ്വന്തമായ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു. ഫിൽ ഔസാൻ, ബിംബങ്ങളെ കുറിച്ച്. ഇല്ലാന്നല്ല, ഉണ്ട്. 3 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി. പറയൂ, നിങ്ങൾ ഇയാൾക്ക് ഖുർആൻ തിരിഞ്ഞില്ലേ? നിങ്ങൾ ഓതി ആയത്തൊന്നും മൂപ്പര് കണ്ടില്ലേ? ഈ ആയത്ത് കണ്ടില്ലേ? ആയത്ത് കണ്ടില്ലേ? നിങ്ങളാണോ പ്രാമാണികൻ? അതല്ല, 3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ലോക പ്രശസ്ത പണ്ഡിതൻ, സഹീഹുൽ ബുഖാരി, ആ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ, അവരാണോ പ്രാമാണികൻ? പറയൂ നിങ്ങൾ. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, മക്കയിലെ മുശ്രിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാ. ഇല്ലാന്നല്ല. നിങ്ങൾ എന്തെങ്കിലും പറയരുത്. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ മൗലവിമാർ പറ്റിച്ചതാണ്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഈ പ്രമാണങ്ങളിലൊക്കെ ഉള്ളത് അതാണ്. അപ്പൊ ചുരുക്കി ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അദൃശ്യ ജ്ഞാനം അത് സ്വന്തമായി അറിയില്ല എന്നേ അതിനർത്ഥുള്ളൂ. തീരെ അറിയില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ഒരാളും അത് പറയുകയും ഇല്ല. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. ഇത് അല്ലാഹുവാണ് പറഞ്ഞത്. അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ അവർ ആരാധിക്കുന്നു. വയഖൂലൂന, എന്നിട്ട് അവർ പറയുകയും ചെയ്യുന്നു, ഹؤلاء شفعاؤنا عند الله, ഈ കൂട്ടർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരാണ്. അപ്പൊ ഇവിടെ അല്ലാഹു തന്നെയാണ് നേരിട്ട് പറയുന്നത്. ഇവർക്ക് ഇങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെ വിശ്വാസം? അതുകൊണ്ട് ഇവിടെ എന്തേ വന്നത്? സ്വതന്ത്രമായ കഴിവില്ല എന്ന് വന്നു. സ്വതന്ത്രമായ കഴിവ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അതിന്റെ ഷഫാഅത്തിന്റെ ആവശ്യം എന്താ? സ്വന്തമായ കൈവത്തിൽ നിന്ന് എടുക്കണത് കാട വെച്ചടി. അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളി, പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ എടുക്കാൻ തുടങ്ങും. അല്ലാഹു എന്താ പറഞ്ഞത് അത് ഇങ്ങോട്ട് പറയും. നിങ്ങൾ ഈ മൗലവിമാരെ പറ്റിച്ചിട്ട് അത് വലിയ ഭേദവാക്യാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിശ്വസിച്ച് ഉള്ളിക്ക് വിഴുകിയും വന്നേക്കുക. അത് ഇവിടെ നടക്കൂല. അത് നടക്കുന്നത് വേറെ കേന്ദ്രത്തിലാണ്. ഇവിടെ ഖുർആനിലുണ്ടെങ്കിൽ പറഞ്ഞോളി, അറിഞ്ഞതിന്റെ അർത്ഥം അറിയില്ലേ ചോദിച്ചോളി, പഠിപ്പിച്ചു തരാം, എന്നിട്ട് നിങ്ങളെ വിടുള്ളൂ. അപ്പൊ ഞാൻ ഓതിയ ഖുർആനല്ലേ? ഖുർആനാണ്, അതിന്റെ അർത്ഥങ്ങൾ വെച്ച നുണയാണ്. അതന്നെ, വേറെന്താ അർത്ഥം വെക്കും ഉസ്താദ്? അർത്ഥം വെക്കാം, അർത്ഥം ഞാൻ വെച്ചുതരാം. എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇമാം ഫാസി പറയുന്നു. അതുകൊണ്ട് വായിച്ചു റഷീദ് സക്കാഫി മറുപടി. ഇമാം റാസി തങ്ങൾ വളരെ വിശദമായി ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച കാര്യമാണ്. വകാനൂ യഖൂലൂന ഇന്നഹാ തസ്ഫഉ ലനാ ഇൻദല്ലാഹി മിൻ ഗൈരി ഹാജത്തിൻ ഫീഹി ഇലാ ഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ സമ്മതത്തിലേക്ക് ആവശ്യമില്ലാതെ, അല്ലാഹ് സമ്മതം കൊടുക്കേണ്ട ആവശ്യമില്ലാതെ ശുപാർശ ചെയ്യും എന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വകാനൂ യഖൂലൂന, അങ്ങനെയായിരുന്നു അവർ പറയാറുണ്ടായിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചത് സൂറത്ത് ഗാഫിറിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതാണ് വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ വളരെ നന്നായി മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാത്തതിന്റെ
പിഴവാണ് ഇവരും ഈ സഹോദരനും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അറബി ഗ്രന്ഥങ്ങൾ അറിയാത്തതുപോലെ മുജാഹിദ് മൗലിമാരുടെ പരിഭാഷാ ഗ്രന്ഥങ്ങളെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം ഈ സുഹൃത്തിനെ പോലെ മറ്റു മുജാഹിദ് പണ്ഡിതന്മാരും പറയുമായിരുന്നില്ല. അത് നിങ്ങൾക്ക് അമാൻ മൗലവിയുടെ പരിഭാഷ നോക്കിയാൽ കാണാൻ കഴിയും. കൂടെ ഈ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക, അതായത് നമ്മൾ ഒരുപാട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു വെച്ചല്ലോ, ആ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചൊന്നും ആലോചിക്കാതെ ഞാൻ ആയത്തോതിയിലെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, പക്ഷെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓതിയിട്ടുണ്ട്, ആ ഓതിയതിന് എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത്, പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്, അത് നിങ്ങൾ പറഞ്ഞില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് പിഴവ് പറ്റി. ആയതുണ്ട് അതിന് വിവക്ഷങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നുണയാണ്, കളവാണ്. ഇത് പ്രശ്നം. ആയത്തോതിയിലെ നോക്കിങ്ങനെ ചോദിക്കുകയാണ്, നമ്മളെ സഹോദരൻ ചോദിക്കുകയാണ്, ആയത്തോതിയിട്ടുണ്ട്, അതിന്റെ വിവക്ഷ തെറ്റാണ്. അതാണ് വിവക്ഷ. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇമാം റാസി തങ്ങൾ അധികരിച്ചതാണ് ഇവിടെ ഞാൻ കേൾപ്പിച്ചത്. ഇനി ആ അറബി ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയോ അത് പരിശോധിക്കാൻ കഴിവില്ലാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് സുഹൃത്തുക്കൾ അബദ്ധത്തിൽപ്പെട്ടതുപോലെ അവരുടെ മൗലവിമാർ തന്നെ എഴുതി വെച്ചതും അവർക്ക് ശ്രദ്ധിക്കാനും പഠിക്കാനും കഴിഞ്ഞില്ല എന്നത് ഇവർ വീണ്ടും ഒരു അപകടക്കുഴിയിൽ വീണു എന്നതിന്റെ തെളിവാണ്. ഞാൻ അതുകൂടി അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് കേൾപ്പിച്ചു തരാം. ഇവർ അതെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കേട്ടോളൂ, എന്താണ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ്. സാധാരണ സഹോദരന്മാർ മനസ്സിലാക്കണം, സുന്നികൾ അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കുന്ന വിഷയം വേഗം മക്ക മുശ്രിക്കീങ്ങളിലേക്ക് ചാർത്തി കുറെ ആയത്തുകൾ ഓതി ഖവാരിജികളുടെ പണിയാണ് ഇവരെടുക്കുന്നത്. ഈ ഖവാരിജികളുടെ പരിപാടി ഇവർ ചെയ്യുന്നതിന്റെ കാരണം അടിസ്ഥാനം പഠിച്ചില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മുജാഹിദീങ്ങൾ പ്രസംഗിക്കുന്ന സദസ്സിലെങ്ങാനും അബൂജഹൽ ഉണ്ടെങ്കിൽ അബൂജഹൽ പറയും, മൗലവി പ്രസംഗം നിർത്തണം, നമ്മളെ വിശ്വാസം നിങ്ങളെ പറഞ്ഞതല്ല. അബൂജഹൽ എന്നിട്ട് പറയും, നിങ്ങളെ പറഞ്ഞത് തെറ്റാണ്, നമുക്ക് ആ വിശ്വാസമല്ല, നമ്മളെ വിശ്വാസം എന്താണെന്നുള്ള നിങ്ങൾ അമാനി മൗലവിന്റെ ബുക്കെങ്കിലും നോക്കിയത് നമ്മുടെ അബൂജഹൽ സദസ്സിലുണ്ടെ പറയായിരുന്നു. ഇല്ലാത്ത നിങ്ങളെ ഭാഗ്യം എന്ന് പറയാ. സഹോദരന്മാരെ നിങ്ങൾ കേട്ടോളൂ, എന്താണ് അമാനി മൗലവി എഴുതിയത്? അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും, കേൾക്കണേ, അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് ശിർക്ക്. എന്നിട്ട് പിന്നെ പറയുക, ലോകകാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും അദൃശ്യകാര്യങ്ങളെ അറിയുന്നതിലും രോഗം, സൗഖ്യം, ശാപം, അനുഗ്രഹം, ആഹാരം, രക്ഷ, ശിക്ഷ മുതലായവ നൽകുന്നതിലും മഹാത്മാക്കളായ ചിലർക്കും ചില പങ്കുണ്ടെന്നായിരുന്നു അവർ ധരിച്ചു വന്നത്. കണ്ടോ, രോഗം നൽകാൻ, രക്ഷ നൽകാൻ, ശിക്ഷ നൽകാൻ, സൗഖ്യം നൽകാൻ, ഭക്ഷണം നൽകാൻ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാർ, അവർ ആരാധന ആർക്കൊക്കെ അർപ്പിച്ചോ അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഒന്നുകൂടി ഏതെങ്കിലും മുജാഹിദ് സുഹൃത്തുക്കൾക്ക് മനസ്സിലായില്ലല്ലോ മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതി അമാനി മൗലവി വിശദീകരിക്കുകയാണ് വീണ്ടും. അതെന്താണ്? അള്ളാഹുവിന്റെ അറിവും കഴിവും എല്ലാറ്റിനും ഉപരിയാണെന്ന് അവർക്കറിയാം. പക്ഷേ ഒരു മഹാരാജാവ് തന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് തനിക്ക് പ്രിയപ്പെട്ട ചില പ്രത്യേകക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ, മനസ്സിലായോ? വിട്ടുകൊടുക്കുന്നത് പോലെ, അടിവരട്ട് മനസ്സിലായിക്കോ, വിട്ടുകൊടുക്കുന്നത് പോലെ. നിങ്ങൾ മൗലവിമാരോട് ചോദിക്കുകയും ചെയ്തോ, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടവും ഈ വിഷയം മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. വിട്ടുകൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ തനിക്ക് പ്രിയപ്പെട്ട ചില പ്രത്യേകക്കാർക്ക്, അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് അവൻ ചില മഹാന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. ആരുടെ വിശ്വാസം? സുന്നികളുടേതല്ല. യാ ഗൗസുൽ ആലം, മുഹയ്യിദ്ദീൻ എന്ന് വിളിക്കുന്നവരുടെ വിശ്വാസമല്ല. മുശ്രിക്കീങ്ങളെ വിശ്വാസം, മക്ക മുശ്രിക്കീങ്ങളെ വിശ്വാസം ഇതായിരുന്നു. ബദരീങ്ങളെ വിളിക്കുന്നവരെ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ വിളിക്കുന്ന മോമിനീങ്ങളായ സുന്നികളായ ആളുകളുടെ വിശ്വാസം
വിശ്വാസമല്ല. മുശ്രിക്കീങ്ങളെ വിശ്വാസം ഇതാണ്. ഇവർക്ക് മുശ്രിക്കീങ്ങളെ മനസ്സിലായില്ല, ശിർക്കും മനസ്സിലായില്ല, അബൂജഹലിനെ മനസ്സിലായില്ല, സുന്നിയും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം.